സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, സഖാക്കളെ, കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ 4 വർഷക്കാലം ഈ നാട്ടിൽ കേരള ജനതയ്ക്ക് നൽകിയ വികസന പ്രവർത്തനങ്ങളുടെ വിളംബര ദിനമായിട്ടാണ് ഇന്ന് കേരളത്തിലെ എല്ലാ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 4 വർഷക്കാലം ഭരണം നടത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വിവിധ തരത്തിലുള്ള ആനുകൂല്യങ്ങളിലേറെ ഈ ജനങ്ങളുടെ എല്ലാമായി മാറിയിരിക്കുകയാണ് സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്. കേരളത്തിലെ ആരോഗ്യരംഗമാണെങ്കിലും വിദ്യാഭ്യാസമാണെങ്കിലും അതുപോലെ തന്നെ പശ്ചാത്തല മേഖലയാണെങ്കിലും നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവർക്ക് നൽകുന്ന വ്യക്തിഗത ആനുകൂല്യങ്ങൾ അങ്ങനെ ഓരോന്നോരോന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാ വിഭാഗം ജനവിഭാഗങ്ങൾക്കും ഇന്ന് ഈ ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ ഓരോന്നോരോന്നായി കിട്ടിയവരാണ്. അത്തരത്തിലുള്ള നേട്ടങ്ങൾ കിട്ടിയ, അതുപോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിലേക്ക് വ്യത്യസ്തമായി ഒരു ജനകീയ ഇടപെടലിലൂടെ ഈ ഗവൺമെൻറ് നടത്തിയ പ്രവർത്തനങ്ങൾ, അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു വേദി കൂടിയാണ് ഇന്ന് ഈ വിളംബര ദിനവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം തടയിടുന്നതിന് വേണ്ടി, ഇതിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ ഇന്ന് കേരളത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് കേരളത്തിലെ BJPയും അതുപോലെ തന്നെ UDF സംവിധാനവും മൗനാനുവാദത്തോടു കൂടി അവരെ കൂടി ഈ നാട്ടിലെ ജനങ്ങൾക്ക് കിട്ടേണ്ട ഓരോ ആനുകൂല്യങ്ങളും നഷ്ടപ്പെടുന്ന രീതിയിലേക്കുള്ള തീരുമാനങ്ങളും നയങ്ങളുമായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടിലെ ജനങ്ങൾ വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ വീടുകളും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളിലൂടെയൊക്കെ പ്രചരണം നടത്തുമ്പോൾ നാട്ടിലെ ജനങ്ങൾ വലിയ രീതിയിൽ ഈ ഗവൺമെന്റിനെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. പൊതുവിതരണ രംഗത്തൊക്കെ ഇന്ന് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കിറ്റായിട്ടും മറ്റ് പലവ്യഞ്ജനങ്ങളാണെങ്കിലും എല്ലാം ജനങ്ങൾക്ക് അവരുടെ കയ്യിൽ സ്കൂളുകളിലാണെങ്കിലും അംഗൻവാടികളിലാണെങ്കിലും എല്ലാ രീതിയിലേക്കും പട്ടിണിയില്ലാത്തൊരു കേരളമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് സാമൂഹ്യക്ഷേമ പെൻഷൻ 1400 രൂപ ഓരോ മാസവും കയ്യിൽ കിട്ടിയുള്ള സന്തോഷം കൊണ്ട് ആരോഗ്യ മേഖലക്കകത്ത് അവരുടേതായിട്ടുള്ള, അതായത് പഞ്ചായത്ത് തലത്തിലുള്ള ഗവൺമെൻറ് ആശുപത്രികളൊക്കെ മുൻകാലങ്ങളിൽ വ്യത്യസ്തമായി കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറിയതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും പറ്റിയ ജനങ്ങളാണ് ഇന്ന് നാട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് കഴിയും. അതിനെ നിങ്ങളെല്ലാവരും ഇവിടെ കൂടിയ ആളുകളൊക്കെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിനായി പ്രവർത്തിക്കണമെന്നാണ് ഉണർത്താനുള്ളത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ തുടർച്ചാ രീതിയിലേക്ക് വിവിധങ്ങളായ പ്രസംഗങ്ങളും അതുപോലെ തന്നെ അനുഭവങ്ങൾ പങ്കെടുക്കലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കൂടുതലൊന്നും രാഷ്ട്രീയ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് CPIMൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള സഖാവ് VP ആണ്. VPയെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള പാലോളി അംസാക്ക, അതുപോലെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള ഇല്യാസ്, അതുപോലെ തന്നെ വേദിയിലുള്ള അബ്ദുറഹ്മാൻക തുടങ്ങി പാർട്ടിയെ സ്നേഹിക്കുന്ന എല്ലാ നാട്ടുകാരെയും സഖാക്കളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി അബ്ദുറഹ്മാൻ ഖാനെ ക്ഷണിക്കുന്നു.
പ്രിയമുള്ള നമ്മുടെ ഈ യോഗത്തിൻ്റെ ഉദ്ഘാടകൻ സഖാവ് വി പി അനിൽ, പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മുഹമ്മദ് അലി, LC മെമ്പർ പാലോളി ഹംസ, ഇലിയാസ്, പ്രിയമുള്ള നാട്ടുകാർ, നമ്മളൊരു തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. മലപ്പുറം ജില്ലയിൽ അടുത്ത 14-ാം തീയതി നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളോട് വിളംബരം ചെയ്തുകൊണ്ട് ഇന്ന് സംസ്ഥാനത്തൊട്ടാകെ ഇതുപോലുള്ള യോഗങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. നമുക്കറിയാം, കഴിഞ്ഞ UDFൻ്റെ കാലഘട്ടത്തിൽ ഇവിടുത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ നഷ്ടത്തിലേക്ക് കൂത്തിയ ഒരനുഭവമാണ് നമ്മുടെ മുന്നിലുള്ളത്. കഴിഞ്ഞ 4.5 വർഷക്കാലം കൊണ്ട് നഷ്ടം നികത്തി എന്ന് മാത്രമല്ല, വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിൻ്റെ കണക്ക് പറഞ്ഞ് ലാഭം ഈ സർക്കാർ നൽകിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരു കാഴ്ച നമുക്ക് ഈ സംസ്ഥാനത്ത് കാണാൻ കഴിയും. അത് വെറുതെ ഉണ്ടാകുന്ന ലാഭമല്ല. ഓരോ സ്ഥാപനത്തിൻ്റെയും നടത്തിപ്പ്, ആ നടത്തിപ്പിൽ നാം കാണിക്കുന്ന ഇച്ഛാശക്തി, സത്യസന്ധത, അതുപോലുള്ള അടുക്കും ചിട്ടയും കൂടിയ പ്രവർത്തനം, ഇതൊക്കെ ഒത്തുചേരുമ്പോഴാണ് ഒരു സ്ഥാപനം ലാഭത്തിൽ ഓടുക. നമ്മുടെ മലപ്പുറം ജില്ലയുടെ ജില്ലാ ആസ്ഥാനമായ മലപ്പുറത്ത് ആകെയുള്ളത് ഒരു പൊതുമേഖലാ സ്ഥാപനം മാത്രമാണ്, മലപ്പുറത്തെ സഹകരണ സ്പിന്നിംഗ് മിൽ. നമുക്കൊക്കെ അറിയാം, പട്ടർക്കടവിലുള്ള സ്പിന്നിംഗ് മിൽ കഴിഞ്ഞ 11.5 വർഷക്കാലം നഷ്ടത്തിൻ്റെ കണക്കുകൾ പറഞ്ഞ് ഇവിടെ മുന്നോട്ട് പോയിരുന്നതെങ്കിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ കഴിഞ്ഞ 1-2 മാസങ്ങളായി ആ മില്ലിപ്പോൾ ലക്ഷങ്ങളുടെ ലാഭം ഉയർത്തിക്കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതവിടുത്തെ പ്രവർത്തനത്തിൻ്റെയും അവിടുത്തെ തൊഴിലാളികളുടെ കൂട്ടായ്മയുടെയും അവിടുത്തെ മറ്റ് മാനേജ്മെൻറ്റിൻ്റെ സംഘടിതമായ പരിശ്രമത്തിൻ്റെയും ഒക്കെ ഫലമായിട്ടാണ് അത്തരത്തിലുള്ളൊരു മുന്നേറ്റം നടത്താൻ ഈ പൊതുമേഖലാ സ്ഥാപനത്തിന് കഴിഞ്ഞത്. ഇതുതന്നെയാണ് സംസ്ഥാനത്ത് ഇടതുപക്ഷം ഭരിക്കുമ്പോഴുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയൊക്കെ സ്ഥിതിഗതി. അതൊരു ഉദാഹരണം മാത്രമാണ്. ഞാൻ എൻ്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അതുകൊണ്ട് ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്കറിയാം ഇവിടെ ഭരിക്കുന്നത്, ഇവിടെ ഭരിക്കേണ്ടത് ആരാണെന്നുള്ളത്. നമ്മുടെ പഞ്ചായത്തിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ ഇവിടെ ധാരാളം പേർ സംസാരിക്കാനുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ അവരുടെ ചിഹ്നങ്ങളിൽ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണം എന്നഭ്യർത്ഥിച്ചുകൊണ്ടും നമ്മുടെ ഈ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സഖാവ് VPയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബ്ലോക്ക് സ്ഥാനാർത്ഥിയുമായുള്ള മുജീബ് ഹസൻ ചമ്മങ്കടവിലും പാലക്കൽ വാർഡിൽ മത്സരിക്കുന്ന സമീർ, ജയശ്രീ, ശ്രീജ, പാലോളി ഹംസ, പ്രിയമുള്ള സഖാക്കളെ, സുഹൃത്തുക്കളെ, ഇന്ന് കേരളത്തിലെ എല്ലാ പഞ്ചായത്ത് മുനിസിപ്പൽ കേന്ദ്രങ്ങളിലും
വിളംബര ദിനമായി, വികസന വിളംബര ദിനമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംഘടിപ്പിക്കുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് 4.5 വർഷക്കാലം പൂർത്തീകരിക്കുന്ന വേളയിലാണ് ഈ മാസം നടക്കാൻ വേണ്ടി പോകുന്ന പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ്. തീർച്ചയായും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഈ സർക്കാരിൻ്റെ നേട്ടങ്ങളുടെ, വികസനത്തിൻ്റെ വിലയിരുത്തലായി ഈ തെരഞ്ഞെടുപ്പ് മാറും. അങ്ങനെ തന്നെയാണ് അത് വേണ്ടത്. 4.5 വർഷക്കാലം കൊണ്ട് ഈ സർക്കാർ എന്തെല്ലാം ചെയ്തു, ഈ കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടായിരിക്കണം ഓരോ വോട്ടറും തങ്ങളുടെ ജനാധിപത്യ അവകാശം വിനിയോഗിക്കാൻ. ഈ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി കേരളത്തിൽ 3.5 കോടിയോളം വരുന്ന ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ള വാഗ്ദാനങ്ങൾ, അവയെല്ലാം നിറവേറ്റിക്കൊണ്ടാണോ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ തെരഞ്ഞെടുപ്പ് വിലയിരുത്തലായി മാറും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി കഴിയും, കേരളത്തിലെ 3.5 കോടിയോളം വരുന്ന ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഈ ഗവൺമെന്റ് ഈ സംസ്ഥാനത്തിൻ്റെ സർവതല സ്പർശിയായി അതിൻ്റെ വികസന കാര്യങ്ങളിൽ ഇടപെടുകയും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളത്. ഓരോ വോട്ടറുടെ അടുത്തേക്കും ഓരോ വീട്ടിലേക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തകർ ചെല്ലുമ്പോൾ അഭിമാനത്തോടു കൂടിയിട്ടാണ് അവരെ സമീപിക്കുന്നത്. ചെയ്ത കാര്യങ്ങൾ നിരത്തി വെച്ചുകൊണ്ടാണ് വോട്ടർമാരെ സമീപിക്കുന്നത്. ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത രീതിയിൽ ഈ വികസന നേട്ടങ്ങളാകെ കേരളത്തിന്റെ വിവിധ മേഖലകളിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിന്റെ അനുഭവസ്ഥരായിട്ടുള്ള ആളുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സംഘടിപ്പിക്കുന്ന ഈ സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ട് അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇത്രയേറെ ദുരന്തങ്ങൾ അഭിമുഖീകരിച്ചിട്ടുള്ള ഒരു സർക്കാർ വേറെ ഉണ്ടാവില്ല. ഒന്നിനു പിറകെ ഒന്നായി ഈ സർക്കാർ അധികാരം ഏറ്റെടുത്തതിന് ശേഷം നമ്മുടെ നാട്ടിലുണ്ടായി. ഇപ്പോഴും നമ്മുടെ സംസ്ഥാനം ഒരു പ്രകൃതി ദുരന്തത്തിന്റെ അടുത്തായിട്ടാണ് നിൽക്കുന്നത്. അത്
നമ്മളെ വിട്ട് പോകുമോ, നമ്മുടെ തീരദേശങ്ങളിലൂടെ മലയോര മേഖലകളിലേക്ക് അത് വരുമോ എന്ന് ഇപ്പോഴും നിശ്ചയിക്കാറായിട്ടില്ല. അങ്ങനെ 5-ലേറെ പ്രകൃതി ദുരന്തങ്ങൾ ആദ്യം ഓഖി വന്നു, അത് കഴിഞ്ഞപ്പോഴേക്കും നിപ്പ വന്നു, പിന്നെ പ്രളയം വന്നു, അത് കഴിഞ്ഞപ്പോൾ രണ്ടാം പ്രളയം വന്നു. രണ്ടാം പ്രളയത്തിന്റെ ഒന്നാം പ്രളയത്തിന്റെയും കഷ്ടപ്പാടുകൾ തീരുന്നതിന് മുൻപേ കോവിഡും വന്നു. കോവിഡ് തീരുന്നതിന് മുമ്പ് ഇപ്പൊ ഇതാ ചുഴലി അടുത്തേക്ക് എത്തി തുടങ്ങി. ഇങ്ങനെ ദുരന്തങ്ങളുടെ ഒരു പട്ടികയാണ് വന്നത്. ഈ ദുരന്തങ്ങൾക്ക് മുമ്പിൽ ഈ സംസ്ഥാനത്തിനകത്തുള്ള വികസന പ്രവർത്തനങ്ങൾ മാറ്റിവെച്ച് പ്രവർത്തിക്കുകയായിരുന്നോ സർക്കാർ? എന്താ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ചെയ്തത്? ഈ ദുരന്തങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുന്നതോടൊപ്പം അവരുടെ ജീവിത ഉപാധി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം തട്ടാത്ത രൂപത്തിൽ അതിന്റെ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. ഓരോ മേഖല നോക്കിയാലും നമുക്കത് കാണാൻ വേണ്ടി കഴിയും. 4.5 വർഷം മുമ്പ് കേരളത്തിലുണ്ടായിരുന്ന സ്ഥിതി എന്താണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആരോഗ്യരംഗം നമ്മുടെ നാട്ടിൽ കോവിഡ് വിമുക്തരായ രോഗികളുടെ എണ്ണം ഒട്ടേറെ ഉണ്ടല്ലോ. 4 ലക്ഷത്തിലധികം വരുന്ന രോഗികൾ കോവിഡ് വിമുക്തരായി ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. 4 ലക്ഷത്തിലധികം. ഏതാണ്ട് 61,000-ഓളം ആളുകൾ മാത്രമാണ് ഇന്ന് ചികിത്സയിലുള്ളത്. ഈ 4 ലക്ഷത്തിലധികം വരുന്ന രോഗികൾ വലിയ രൂപത്തിൽ പണം ചെലവഴിച്ചിട്ടാണോ രോഗവിമുക്തി നേടിയത്? നമുക്കറിയാമല്ലോ, ഓരോ വർഷവും നമ്മുടെ കുടുംബങ്ങളിൽ ജലദോഷപ്പനി ഉണ്ടായാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖം വന്നാൽ എത്ര പണമാണ് ചെലവഴിക്കല്? നമ്മൾ ആശുപത്രി പോയാൽ എത്ര പണം ചെലവഴിക്കാറുണ്ട്? ഈ കാലയളവിൽ ആശുപത്രി ചെലവിന് വേണ്ടി നമ്മൾ എത്ര പണം ചെലവഴിച്ചിട്ടുണ്ട്? കുറവായിരിക്കും. കോവിഡ് രോഗം വന്നാൽ ഒരു നയാ പൈസ ചെലവഴിക്കേണ്ട ഗതികേട് കേരളത്തിലെ ഏതെങ്കിലും കുടുംബത്തിനുണ്ടോ? ലോകത്ത് സോഷ്യലിസ്റ്റ് രാജ്യങ്ങളെ മാറ്റി നിർത്തിയാൽ ചൈന, വിയറ്റ്നാം, ക്യൂബ തുടങ്ങിയിട്ടുള്ള സോഷ്യലിസ്റ്റ് രാജ്യങ്ങളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ലോകത്ത് കോവിഡിന് സൗജന്യ ചികിത്സയുള്ള ഏക പ്രദേശം എന്ന് പറയുന്നത് ഈ കേരള സംസ്ഥാനമാണ്. ഒരു ലീഗുകാർക്കും നിഷേധിക്കാൻ വേണ്ടി കഴിയില്ല അത്. ഒരു കോൺഗ്രസ്സുകാർക്കും നിഷേധിക്കാൻ വേണ്ടി കഴിയില്ല അത്. രണ്ട് മാസങ്ങൾക്ക് മുമ്പ് പിണറായി രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സമരം കുറെ നടത്തിയല്ലോ. ആ സമരം നടത്തിയതിന്റെ ഭാഗമായി കോവിഡ് അങ്ങ് കുതിച്ചുയർന്നു. ഇപ്പോ കീഴ്പ്പടിക്ക് വെച്ചു. കോവിഡ് പിടിപെട്ടുള്ള ആളുകളെല്ലാം ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. ലീഗുകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. 5 പൈസ ചെലവായിട്ടുണ്ടോ? ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ രോഗിയെയും ചികിത്സിച്ച് ഭേദമാക്കുന്നതിന് വേണ്ടി.
ഈ സർക്കാർ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിന്റെ ആരോഗ്യ സുരക്ഷാ സംവിധാനത്തെ ഏറ്റവും ഫലപ്രദമായി വിനിയോഗിച്ചതിന്റെ ഭാഗമായിട്ടാണ്. നമ്മുടെ ആരോഗ്യ പ്രവർത്തകന്മാർ, ഡോക്ടർമാർ കഴിഞ്ഞ 5-6 മാസക്കാലമായി ഈ രംഗത്ത് കോവിഡിനെതിരായ പ്രതിരോധത്തിൽ, ജനങ്ങളെ സംരക്ഷിക്കുന്നതിൽ മുന്നണി പോരാളിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റത്തെ നമ്മൾ കാണണ്ടേ? ഈ സർക്കാർ ഇല്ലായിരുന്നുവെങ്കിൽ ഈ നാട് എന്താവുമായിരുന്നു? ഈ പ്രതിരോധം മാത്രമാണോ ചെയ്തിട്ടുള്ളത്? കേരളത്തിൽ കോവിഡ് എന്ന മഹാമാരി വരുന്ന സന്ദർഭത്തിൽ തൊഴിലും ജീവിതവും വഴിമുട്ടി ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്നതിലൂടെ, തൊഴിൽ നഷ്ടപ്പെട്ടതിലൂടെ, മറ്റ് ജീവിതമാർഗങ്ങൾ നിലച്ചതിലൂടെ അവരെ സംരക്ഷിക്കാൻ സൗജന്യ റേഷൻ, പലവ്യഞ്ജന കിറ്റ് ഇതെല്ലാം ഈ സർക്കാർ നൽകിയില്ലേ? ഇനിതാ ക്രിസ്മസ് വരാൻ വേണ്ടി പോവാണ്. ക്രിസ്മസ് കിറ്റ്, ഒരു മാസ്ക് ഉൾപ്പെടെ, മാസ്ക്, കുടുംബത്തിന് മാസ്ക് ഉൾപ്പെടെ ഒരു കിറ്റാണ് വീട്ടിലേക്ക് വരുന്നത്. 4.5 കൊല്ലം മുമ്പ് ക്രിസ്മസ് ഉണ്ടായിരുന്നില്ലേ? പെരുന്നാൾ ഉണ്ടായിരുന്നില്ലേ? ഓണം ഉണ്ടായിരുന്നില്ലേ? വിഷു ഉണ്ടായിരുന്നില്ലേ? വല്ല കിറ്റ് കിട്ടിയിരുന്നോ? ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാരുടെ വീട്ടിലേക്കല്ല, കേരളത്തിലെ മുഴുവൻ കുടുംബങ്ങളിലേക്കുമാണ്. ഒരു വ്യത്യാസവും ഇല്ലാതെ. ഏത് മഹാമാരി വന്നാലും കേരളത്തിലെ ജനങ്ങളെ പട്ടിണിക്കിടാൻ ഈ സർക്കാർ അനുവദിക്കില്ല എന്നുള്ള നിലപാടിന്റെ ഭാഗമായിട്ടാണ് ഈ തീരുമാനം. കൃത്യമായി അത് നടപ്പിലാക്കി. സാമൂഹ്യക്ഷേമ പെൻഷൻ 58 ലക്ഷം കുടുംബങ്ങളിലേക്ക് ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ എത്തി. എന്തായിരുന്നു ഇവിടെ കോലാഹലം? കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് പെൻഷൻ നിഷേധിച്ചു, പെൻഷൻ തള്ളിക്കളഞ്ഞു, പെൻഷൻ തട്ടിപ്പറിച്ചു, അല്ലേ? ഏത് പെൻഷനാ തട്ടിപ്പറിച്ചത്? ഏത് പെൻഷനാ നിഷേധിച്ചത്? 58 ലക്ഷം കുടുംബങ്ങളിലേക്ക് ഉമ്മൻചാണ്ടി കടം പറഞ്ഞത് ഉൾപ്പെടെ കഴിഞ്ഞ 4.5 കൊല്ലമായി കൃത്യമായി കൊടുക്കണം. ഉമ്മൻചാണ്ടി കുഞ്ഞാലിക്കുട്ടി എത്ര കൊടുത്തിരുന്നത്? 600 റുപ്യ. അത് 6 മാസം കുടിശ്ശിക, 8 മാസം കുടിശ്ശിക, ചില ആളുകൾക്ക് 1 കൊല്ലം കുടിശ്ശിക. ഇങ്ങനെ കുടിശ്ശികയായിട്ടല്ലേ കിടന്നിരുന്നത്. ഇപ്പോ 600 റുപ്യാണ് കിട്ടുന്നത്. പാലോളിക്കാക്ക എത്ര കിട്ടുന്നത്? 1400. ഇത് പാലോളിക്കാക്കക്ക് മാത്രമല്ല, ഈ പെൻഷൻ മേടിക്കുന്ന കേരളത്തിലെ 58 ലക്ഷത്തിലധികം വരുന്ന കുടുംബങ്ങളിലേക്കാണ് 1400 രൂപ ഓരോ മാസവും പിണറായി ഗവൺമെന്റ് കൊടുത്തയക്കുന്നത്. മാസാമാസം പെൻഷൻ മേടിക്കുന്നത് പോലെ, മാസാമാസം ശമ്പളം മേടിക്കുന്നത് പോലെ വീട്ടിലേക്ക് എത്തുകയാണ് എല്ലാ മാസവും. ഇനി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ
ജനുവരി 1 മുതൽ 1400, 1500. അതാ വ്യത്യാസം. 2021 പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് വെച്ചാൽ ഓരോ പെൻഷനറും 1500 രൂപയാണ് മേടിക്കാൻ വേണ്ടി പോകുന്നത്. ഈ രാജ്യത്തിനകത്ത് മറ്റേത് സംസ്ഥാനത്തിനകത്തുണ്ട് ഈ മാറ്റം? ഇത് തുടരണ്ടേ? ഇതിന്റെ നന്ദിയും കടപ്പാടും ഈ സർക്കാരിനോട് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസത്തിന് അതീതമായി വേണ്ടേ നിങ്ങൾക്ക്? ഇത് മാത്രമാണോ? ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടന്ന ഒരു കാലയളവല്ലേ ഇത്? ഒന്നര ലക്ഷത്തിലധികം വരുന്ന ആളുകൾക്ക് PSC മുഖാന്തരം ജോലി കിട്ടി. 100 ദിവസം കൊണ്ട് 50,000 ആളുകൾക്ക് പുതിയ തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ, മറ്റ് അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ എല്ലാം ചേർന്ന് 5 ലക്ഷത്തോളം ആളുകൾക്കാണ് ഈ കാലയളവിൽ പുതിയ തൊഴിൽ. അതിൽ ഏറ്റവും കൂടുതൽ പേർ അധ്യാപകരാണ്. എത്ര UPSIക്കാരാണ് നിയമിച്ചത്? നമ്മുടെ സാധാരണക്കാരന്റെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ പഠിപ്പിക്കാൻ ആളുണ്ടായിരുന്നില്ല. ആ സ്ഥിതി മാറ്റി ഇഷ്ടം പോലെ അധ്യാപകരെ വെച്ചു. ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ: കള്ളത്തരം കാണിച്ച് അധ്യാപകരുടെ എണ്ണം കൂട്ടരുത്. യഥാർത്ഥ എണ്ണത്തിനനുസരിച്ച് അധ്യാപകരെ വെക്കാം. അതിന് കൃത്യമായ ശമ്പളം. ആയിരക്കണക്കിന് അധ്യാപകരല്ലേ വെച്ചത്? കോളേജ് അധ്യാപകരെ നിയമിച്ചില്ലേ? ഉമ്മൻചാണ്ടിയും അബ്ദുറബ്ബും +2 അധ്യാപക നിയമനം നടത്തിപ്പോയി. ശമ്പളം കൊടുത്തില്ല. ആ അധ്യാപകർക്ക് മുഴുവൻ പിണറായി ഗവൺമെന്റ് ശമ്പളം കൊടുത്തു. പുതിയ തസ്തിക ക്രിയേറ്റ് ചെയ്ത് അവിടെ നിയമനവും നടത്തി. ഇപ്പൊ ഏത് സ്കൂളിൽ അധ്യാപക വേക്കൻസി ഒഴിഞ്ഞു കിടക്കുന്നു? കേരളത്തിലെ ഓരോ സ്കൂളുകളിലുമില്ല. ആ നിലയ്ക്ക് നിയമനങ്ങൾ കൃത്യമായി നടത്തി. 4.5 കൊല്ലം മുമ്പ് ഉമ്മൻചാണ്ടിയുടെയും കുഞ്ഞാലിക്കുട്ടിയുടെയും അബ്ദുറബ്ബിന്റെയും പള്ളിക്കൂടങ്ങളും കോളേജുകളുമാണോ ഇപ്പോ കേരള സംസ്ഥാനത്തിനകത്തുള്ളത്? മാറ്റമില്ലേ? വിപ്ലവകരമായ മാറ്റമാണ് വിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുള്ളത്. സമ്പന്ന രാജ്യങ്ങളിലെ കുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ നിലവാരത്തിലേക്ക് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ, വിവര സാങ്കേതിക വിദ്യകൾ നമ്മുടെ കുട്ടികളും പഠിച്ചു വളരണം. ആധുനിക വിദ്യാഭ്യാസം ഇവിടുത്തെ സമ്പന്ന വിഭാഗത്തിന് മാത്രം പോരാ. ഏത് പാവപ്പെട്ടവനും ആ വിദ്യാഭ്യാസം നേടിയെടുത്ത് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരാനുള്ള അവസരമുണ്ടാവണം. ആ ലക്ഷ്യബോധത്തോടു കൂടിയിട്ടാണ് സർക്കാർ സ്ഥാപനങ്ങൾ വലിയ മാറ്റത്തിന് വിധേയമായത്. ആ മാറ്റം പ്രകടമല്ലേ? നമ്മുടെ ഇവിടുന്നൊക്കെ കുട്ടികൾ പോകുന്നുണ്ടല്ലോ കോട്ടപ്പടിയിലേക്ക്. ആ കോട്ടപ്പടി ജംഗ്ഷനിൽ 2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഒന്ന് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, 2 ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഇപ്പൊ മിക്സഡ് സ്കൂളാക്കി.
അങ്ങനെ 2 സ്ഥാപനങ്ങൾ 5-8 കൊല്ലം മുമ്പ് ആ സ്ഥാപനങ്ങളുടെ അവസ്ഥ ഈ ചെമ്മകെടുത്താർ കണ്ടിട്ടുണ്ടല്ലോ, എന്തായിരുന്നു എന്നുള്ളത്. ഇന്ന് ആ സ്ഥാപനങ്ങളിലേക്ക് ഒന്ന് ചെല്ലണം. അതിന്റെ കെട്ടിലും മട്ടിലും മാത്രമല്ല, ഓരോ ക്ലാസ് റൂമുകൾ തുറന്നു കഴിഞ്ഞാൽ ഹൈടെക് ക്ലാസ് റൂമുകളാണ്. കോടികൾ ചെലവഴിച്ച് ടൈലൊക്കെ ഇട്ട് ക്ലാസ്സിൽ ടിവിയും പ്രൊജക്ടറും തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങൾ വെച്ച് കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്ത് എല്ലാ ടെക്നോളജിയും ലോകം മുഴുവൻ ഒരു ക്ലാസ് റൂമിൽ ഇരുന്ന് നമ്മുടെ പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം സൃഷ്ടിക്കുന്ന ക്ലാസ് റൂമുകളായി കേരളത്തിന്റെ ക്ലാസ് റൂമുകളെ മാറ്റിയത് ഈ ഗവൺമെന്റാണ്. അതേ രീതിയിൽ തന്നെ എയ്ഡഡ് സ്കൂളുകളെ മാറ്റാൻ സഹായം നൽകി, മാനേജ്മെന്റിനോടൊപ്പം പ്രവർത്തിച്ച്. ഈ നായർതോടി സ്കൂളിന് മാറ്റം വന്നില്ലേ? അവിടെ +2 അനുവദിച്ച് ആ +2 ക്ലാസുകൾക്ക് സഹായധനം നൽകി, കമ്പ്യൂട്ടറൈസ്ഡ് കാര്യങ്ങൾ നടക്കുന്നതിന് പണം നൽകി. എല്ലാ രംഗത്തും അവിടെ ഈ സഹായം ഉറപ്പുവരുത്തി മുന്നോട്ട് വന്നില്ലേ? കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന UP സ്കൂൾ ഉണ്ടല്ലോ, മാറ്റങ്ങൾക്ക് വിധേയമായില്ലേ? ഇതെല്ലാം സാധാരണക്കാരന്റെ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ വലിയ മാറ്റത്തിന് ഈ സർക്കാർ വഴിയൊരുക്കിയതാണ്. ഇതിന്റെ ഭാഗമായി 5 ലക്ഷത്തിലധികം വരുന്ന കുട്ടികളാണ് അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിലേക്ക് പഠിക്കാൻ വേണ്ടി കടന്നു വന്നത്. മുമ്പൊരു സങ്കല്പമുണ്ടായിരുന്നു, നല്ല വിദ്യാഭ്യാസം ഈ പൈസ കൊടുത്താലേ കിട്ടുള്ളൂ എന്നുള്ളത്. അതിന്റെ ചൂഷണമല്ലേ നടന്നിരുന്നത്? അത് വെട്ടിമാറ്റി പാവപ്പെട്ടവന്റെ കുട്ടികൾ പഠിക്കുന്നതിന് കൂട്ടത്തിൽ സമ്പന്നന്റെ കുട്ടിയും വന്ന് പഠിക്കാൻ തുടങ്ങിയ കേരളത്തിൽ മാറ്റം വളരെ പ്രകടമാണ്. ഓരോ മണ്ഡലത്തിലും 100 കോടി രൂപയോളമാണ് ചെലവഴിച്ചത് അതിനു വേണ്ടി. ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഒരു വ്യത്യാസവും ഇല്ലാതെയാണ് ഈ കാര്യങ്ങൾ നിറവേറ്റിയത്. കാർഷിക രംഗത്ത് ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, രാജ്യം കൃഷിക്കാരുടെ ഏറ്റവും വിപ്ലവകരമായ സമരരംഗത്താണ്. ഐതിഹാസികമായ സമരരംഗത്താണ് കൃഷിക്കാർ. കോർപ്പറേറ്റ് വൽക്കരണത്തിൽ നിന്നും കൃഷിക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, കൃഷിക്കാരുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന കർഷക വിരുദ്ധ ബില്ലുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹിയിലേക്ക് മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ കൃഷിക്കാർ. പഞ്ചാബിലെയും ഹരിയാനയിലെയും UP-യിലെയും എല്ലാം കൃഷിക്കാർ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്നു ഒറ്റക്കെട്ടായി സമരരംഗത്തേക്ക് കടന്നു വരികയാണ്. സമരം ചർച്ച ചെയ്യില്ല എന്ന് പ്രഖ്യാപിച്ചുള്ള നരേന്ദ്രമോദിയും BJP ഗവൺമെന്റും പ്രക്ഷോഭത്തിന്റെ മുന്നിൽ ഇത് തങ്ങളുടെ അടിത്തറ ഇളക്കുമെന്ന് മനസ്സിലാക്കി ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുകയാണ്. ഈ സമരം ഡൽഹിയിൽ ഉത്തരേന്ത്യ മുഴുവൻ ഉയർന്നു വരുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ കൃഷിക്കാരെ സംരക്ഷിക്കാൻ ഈ സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ, നടപടികൾ നിങ്ങൾ കാണുന്നില്ല. പച്ചക്കറിക്ക് പോലും തറവില നിശ്ചയിച്ചു കേരളത്തിൽ. നെല്ലിനും നാളികേരത്തിനും മാത്രമല്ല,
പച്ചക്കറിക്ക് താങ്ങുവില നിശ്ചയിച്ചു കേരളത്തിൽ ഈ സർക്കാർ. അതിന്റെ മാറ്റം ഇവിടെ പ്രകടമല്ലേ? കാർഷിക രംഗത്തേക്ക് ധാരാളം കൃഷിക്കാർ കടന്നു വന്നു. മുൻകാലങ്ങളിൽ ഒരു സങ്കല്പമുണ്ടായിരുന്നു, കൃഷിയോട് വലിയ താല്പര്യമില്ലാത്ത ഒരു വിഭാഗം, ഒരു പുതിയ തലമുറ വളർന്നു വരുന്നത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. എന്നാൽ യുവ സംരംഭകർ, യുവ കൃഷിക്കാർ ഈ രംഗത്തേക്ക് കടന്നു വരികയും അവരെ ഈ സർക്കാർ പ്രോത്സാഹിപ്പിക്കുകയും അതിന്റെ ഭാഗമായി വലിയ മാറ്റം കാർഷിക രംഗത്ത് കേരളത്തിൽ ഉണ്ടാവുകയും ചെയ്തു. ഭക്ഷ്യപ്രതിസന്ധിയിൽ നിന്ന് ഈ കേരളത്തെ രക്ഷപ്പെടുത്താൻ ഈ സർക്കാർ സ്വീകരിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടി ഒന്നായിരുന്നു അത്. അതോടൊപ്പം തന്നെ കൃഷിക്കാരെ സംരക്ഷിക്കുന്നതിനും. ഇങ്ങനെ ഓരോ മേഖലയും നമ്മൾ ഇതെടുത്ത് പരിശോധിച്ചാൽ വ്യക്തമാവും. പശ്ചാത്തല സൗകര്യങ്ങൾ ഇവിടെ ഈ വെസ്റ്റ് കോഡൂരിൽ ഒരു മഹാസംരംഭം ഉയർന്നു വരുന്നുണ്ടല്ലോ, ഗെയിൽ പൈപ്പ് ലൈൻ. കാർഷിക രംഗത്ത് മാത്രമല്ല, ഈ വെസ്റ്റ് കോഡൂരിൽ ആരംഭിക്കുന്ന പുതിയ സംരംഭമുണ്ട്. ഗെയിൽ പൈപ്പ് ലൈനിന്റെ സബ്സ്റ്റേഷനാണത്. എന്തെല്ലാം എതിർപ്പുകളാണ് ഉണ്ടായത്. നമ്മുടെ കൺമുന്നിലൂടെയല്ലേ അതിന്റെ എതിർപ്പുകളെല്ലാം വന്നത്. UDF സർക്കാർ നിർത്തിവെച്ചു പോയതല്ലേ. 40 കിലോമീറ്റർ മാത്രമാണ് അവർക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞത്. ബാക്കി വരുന്ന 470 കിലോമീറ്റർ ഈ സർക്കാർ 4.5 വർഷം കൊണ്ട് പൂർത്തീകരിച്ച് കമ്മീഷൻ ചെയ്തിരിക്കുകയാണ്. ഇനി ആ പ്രകൃതിവാതകമാണ് നമ്മുടെ വീടുകളിലേക്ക് എത്താൻ വേണ്ടി പോകുന്നത്. ദേശീയപാതയുടെ വികസനം ഏതെല്ലാം രീതിയിൽ അത് മുടക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി.
അതിനെല്ലാം അതിജീവിച്ച് ആ വികസനം യാഥാർത്ഥ്യമാക്കിയില്ലേ? മലയോര പാതയുടെ പ്രവർത്തനം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയല്ലേ? ഗ്രാമീണ റോഡുകളെ മുഴുവൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ല രൂപത്തിൽ ഗതാഗത യോഗ്യമാക്കി. പ്രളയത്തെയും മറ്റ് പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ ഈ സർക്കാർ ആവുന്നത്ര പ്രവർത്തിച്ചില്ലേ? വീട് നഷ്ടപ്പെട്ടവർക്ക് വീട്, സ്ഥലവും വീട് നഷ്ടപ്പെട്ടവർക്ക് അത്, ജോലി, പുനരധിവാസം, ഇതെല്ലാം ഈ സർക്കാർ നടത്തിയില്ലേ? ലൈഫ് മിഷനിലൂടെ 4.5 കൊല്ലത്തിന്റെ ഉള്ളിൽ 2 ലക്ഷത്തിലധികം ആളുകൾക്കാണ് വീട്. ഈ സർക്കാർ അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യമായിരുന്നു ഭവനരഹിതരായ മുഴുവൻ ആളുകളെയും പുനരധിവസിപ്പിക്കുമെന്നുള്ളത്. പൂർത്തിയാക്കാൻ അധികമില്ല, അല്പം കൂടി മാത്രമേ പൂർത്തിയാക്കാൻ ബാക്കിയുള്ളൂ. അതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പണമെല്ലാം ഈ സംസ്ഥാന സർക്കാർ വിവിധ ഘടകങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ടാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. ആ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ രാജ്യത്തെ ജനങ്ങളോട് ഈ സർക്കാർ ആവശ്യപ്പെട്ടപ്പോൾ പ്രതിപക്ഷം സ്വീകരിച്ച നിലപാടെന്തായിരുന്നു? കാശ് കൊടുക്കരുത്, ദൂർത്തടിക്കാനാണ്, ഇതല്ലേ പറഞ്ഞിരുന്നത്? സർക്കാർ ജീവനക്കാരോട് കോവിഡ് വന്നപ്പോ പറഞ്ഞു, 6 ദിവസത്തെ ശമ്പളം മതി, പലിശ സഹിതം തിരിച്ചു തരാം. ഓർഡർ കത്തിച്ചില്ല, ഇങ്ങോട്ടല്ലേ പ്രതിഷേധിച്ചത്? ഇപ്പോൾ 6 മാസം കൊണ്ട് 6 ദിവസത്തെ, ഓരോ മാസവും 6 ദിവസം വീതം പിടിച്ച് 9% പലിശയും കൊടുത്ത് തിരിച്ചു കൊടുത്തു. അന്നെന്താ പറഞ്ഞിരുന്നത്? കിട്ടാൻ വേണ്ടി പലതും പറയും, തെരല് കണക്കായിരിക്കും. അതല്ലേ ഇവിടെ പ്രസംഗിച്ചത്? അങ്ങനെയുള്ളവരല്ല കമ്മ്യൂണിസ്റ്റുകാർ. ഇപ്പൊ മനസ്സിലായല്ലോ, പലിശ സഹിതമാണ് തിരിച്ചു കൊടുത്തത്. ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് പല വികസന പ്രവർത്തനങ്ങൾ നടന്നത്. ഈ നിഷേധിച്ചവർ, ചില്ലി പൈസ കൊടുക്കരുതെന്ന് പറഞ്ഞവർ, ധൂർത്ത് നടത്തുമെന്ന് പറഞ്ഞവർ അത് വേണ്ട എന്ന് പറഞ്ഞോ? കിറ്റ് വരുന്നുണ്ട്, സൗജന്യ റേഷൻ വരുന്നുണ്ട്, വീട് വരുന്നുണ്ട്, റോഡ് വരുന്നുണ്ട്, വെള്ളം വരുന്നുണ്ട്, വൈദ്യുതി വരുന്നുണ്ട്, പെൻഷൻ വരുന്നുണ്ട്. അസുഖം വന്നാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പ്രത്യേക ഫണ്ട് വരുന്നുണ്ട്. വേണ്ട എന്നാരെയും പറഞ്ഞോ? വേണ്ടെന്ന് പറയല്ല. ഇവിടെ എന്താണ്? ഒരു ഭാഗത്ത് ഇതിനെയെല്ലാം തകർക്കുന്ന നിലപാട് സ്വീകരിക്കുക, അതിനെയാണ് ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നത്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ്? ആ ഭയത്തിലും ഈ സർക്കാരിനോടുണ്ടായിരിക്കും.
അതിവരെ ഭയപ്പെടുത്തുകയാണ്. പ്രതിലോമ ശക്തികളെ ഭയപ്പെടുത്തുന്നു, മാധ്യമങ്ങളെ ഭയപ്പെടുത്തുന്നു, കോർപ്പറേറ്റുകളെ ഭയപ്പെടുത്തുന്നു, വർഗീയ ശക്തികളെ ഭയപ്പെടുത്തുന്നു. അവയെല്ലാം കൂടിച്ചേർന്ന് രാജ്യത്തെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിലോമ ശക്തിയായ BJP നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരേ ചരടിൽ കോൺഗ്രസിനെയും വർഗീയ പ്രസ്ഥാനങ്ങളെയും കോർപ്പറേറ്റുകളെയും മാധ്യമങ്ങളെയും ചേർത്തിണക്കി ഈ സർക്കാരിനെ തകർക്കാനുള്ള ശ്രമമാണ് കേരളത്തിൽ നടത്തുന്നത്. അതാണ് ED, കസ്റ്റംസ്, CBI, CAG, അങ്ങനെ ഏതെല്ലാം ഏജൻസികളെ ഉപയോഗപ്പെടുത്തി ഇതിനെ തകർക്കാൻ വേണ്ടി കഴിയുമോ അതെല്ലാം നോക്കുകയാണ്. എവിടെ 4.5 കൊല്ലമായിട്ട് ഈ EDയും KDയൊക്കെ എവിടെയായിരുന്നു? ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോഴല്ല വന്നത്. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇതുവരെ നമ്മൾ കേട്ടിരുന്നു ലാവലിൻ, അതായിരുന്നല്ലോ. കഴിഞ്ഞ 20 കൊല്ലമായിട്ട് എന്താ ലാവലിന് ചെയ്യാൻ പറ്റിയത്? എന്താ CBIക്ക് ചെയ്യാൻ പറ്റിയത്? പിണറായി വിജയനെ ഫോക്കസ് ചെയ്ത് രാഷ്ട്രീയമായി തകർക്കാനുള്ള ഗൂഢാലോചനയായിരുന്നില്ലേ അത്? 20-25 കൊല്ലക്കാലം ഇവരന്വേഷിച്ചിട്ട് ₹1 അഴിമതി കണ്ടെത്താൻ സാധിച്ചോ? പണ്ട് പിണറായി വിജയൻ കേരളത്തിലെ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്നു. അന്നാണ് കേരളത്തിലെ വൈദ്യുതി രംഗത്ത് വിപ്ലവകരമായ മാറ്റം സൃഷ്ടിച്ചത്. ഇടക്കാലത്ത് വെച്ച് ചടയൻ ഗോവിന്ദൻ, അന്നത്തെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ചടയൻ ഗോവിന്ദൻ അസുഖകാരണം മരണപ്പെട്ടു. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായ സഖാവ് പിണറായി വിജയനെ നിശ്ചയിച്ചു. അന്ന് മാതൃഭൂമി ദിനപത്രം ഒരു മുഖപ്രസംഗം എഴുതി. ആ മുഖപ്രസംഗത്തിൽ എന്താ പറഞ്ഞതെന്നറിയോ? CPMന് ഒരു നല്ല സെക്രട്ടറിയെ കിട്ടി, പക്ഷെ കേരളത്തിന് ഒരു നല്ല വൈദ്യുതി വകുപ്പ് മന്ത്രിയെ നഷ്ടപ്പെട്ടു. ഇതായിരുന്നു മാതൃഭൂമി എഴുതിയത്. മുഖപ്രസംഗത്തിലൂടെ ആ പിണറായി വിജയനെയാണ് പിന്നെ ലാവലിന്റെ കേസ് പറഞ്ഞുകൊണ്ട് 4 നൂറ്റാണ്ട് കാലം വേട്ടയാടിയത്. ഇന്നും വിടുന്നില്ല. ഇന്ന് അതിന്റെ തുടർച്ചയാണ് EDയും കസ്റ്റംസും CBIയും എല്ലാം വെച്ചുകൊണ്ട് ഒരു ഭാഗത്ത് രാഷ്ട്രീയമായി തകർക്കുക, മറുഭാഗത്ത് കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏജൻസികളെ തകർക്കുക. അത് ഈ കേരളത്തിലെ 3.5 കോടിയോളം വരുന്ന ജനങ്ങൾ വെച്ച് പൊറപ്പിക്കില്ല. അതിന്റെ സന്ദേശമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉയർന്നു വന്നിട്ടുള്ളത്. ഈ വികസന തരംഗം കേരളം മുന്നോട്ട് കൊണ്ടുപോകും. ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ഒരു സംശയവും ആ കാര്യത്തിലില്ല. ഈ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് ഈ വികസന തരംഗം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള വിജയാഹ്ലാദമായി, അതിന്റെ മുന്നേറ്റമായി, കരുത്തായി ഈ തെരഞ്ഞെടുപ്പ് വിജയം മാറാൻ വേണ്ടി പോവുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ. ഈ വികസന വിളംബര ദിനം ഇതിന്റെ ഓർമ്മപ്പെടുത്തലുകളായി നമ്മുടെ രാഷ്ട്രീയത്തിൽ മാറും. ഇതിന്റെ അനുഭവസ്ഥർ ഇവിടെ അവരുടെ പങ്കുകൾ, അവരുടെ അനുഭവങ്ങൾ ഇവിടെ പങ്കുവെക്കും. യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയും. ആ തിരിച്ചറിവ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തെ കൂടുതൽ കരുത്തുള്ളതാക്കിയും ഈ പ്രസ്ഥാനം നേതൃത്വം നൽകുന്ന ഈ ഗവൺമെന്റിനെ കൂടുതൽ മുന്നോട്ട് നയിക്കുന്നതിന് സഹായകരമാകുന്ന സമീപനമായിരിക്കും ഉണ്ടാകുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ദിനം ഇവിടെ ഒത്തുകൂടിയ ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ട്
ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അടുത്തതായി INLന്റെ നേതാവ് മുജീബ് ഹസൻ നിങ്ങളോട് സംസാരിക്കും. അതിനകത്തെ ക്ഷണിക്കും. ബഹുമാനായ അധ്യക്ഷൻ പാലോളി അബ്ദുറഹ്മാൻ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത സഖാവ് പി അനിൽ, വേദിയിലുള്ള ഹംസാക്ക, മുഹമ്മദ് അലി, ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളായ പാലോളി അഫ്സത്ത്, റീജ, സമീർ, മറ്റു പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കഴിഞ്ഞ 4.5 വർഷമായി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങൾ വിളംബരം ചെയ്യുന്നതിന് വേണ്ടിയാണ്, പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ പരസ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് സംസ്ഥാന വ്യാപകമായി പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും മുനിസിപ്പൽ കേന്ദ്രങ്ങളിലും ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഈ സർക്കാരിൻ്റെ 4.5 വർഷത്തെ നേട്ടങ്ങൾ 1-2 മണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളെക്കുറിച്ചൊക്കെ ഉദ്ഘാടനത്തിൽ പ്രസംഗത്തിൽ സഖാവ് VP അനിൽ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. സംസ്ഥാനത്തിന് എന്ത് നേടിത്തന്നു എന്നും സംസ്ഥാന ജനങ്ങൾ എന്തൊക്കെ അനുഭവിച്ചു എന്നും ഇവിടെ മൈക്ക് കെട്ടി പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. ഓരോ ദിവസവും ആളുകളുടെ റബ്ബറൈസ്ഡ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി നമ്മുടെ പഞ്ചായത്തിൽ നടന്നപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് പശ്ചാത്തല സൗകര്യം ഒരുക്കി കൊടുക്കേണ്ട ഗ്രാമപഞ്ചായത്തുകൾ, അങ്ങനെ പശ്ചാത്തല സൗകര്യം ഒരുക്കി കൊടുക്കാൻ നമ്മുടെ പഞ്ചായത്ത് ഭരണകൂടം തയ്യാറാവാത്തതിൻ്റെ പേരിൽ നമ്മുടെ പഞ്ചായത്തിൽ നഷ്ടപ്പെട്ട ഒരുപാട് പദ്ധതികളുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ സൂചിപ്പിച്ചു ലൈഫ് ഭവന പദ്ധതി. സംസ്ഥാനത്ത് വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് വെച്ച് കൊടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ലൈഫ് ഭവന പദ്ധതി സംസ്ഥാനത്ത് 2.5 ലക്ഷത്തോളം ആളുകൾക്ക് വീടും ഏതാണ്ട് അത്രത്തോളം ആളുകൾക്ക് ഫ്ലാറ്റും ഇന്ന് നൽകാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഈ പദ്ധതിക്ക് ആവശ്യമായ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് അതാത് ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ഭരണകൂടങ്ങളാണ്. നമ്മുടെ പഞ്ചായത്തിൽ എത്ര ആളുകൾക്ക് സംസ്ഥാനത്ത് മൊത്തം കണക്കെടുക്കുമ്പോൾ ഏതാണ്ട് 200-300 ആളുകൾക്ക് വീട് കിട്ടേണ്ട സമയത്ത് കോടൂർ പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതി പ്രകാരം എത്ര ആളുകൾക്ക് വീട് കിട്ടിയെന്ന് പരിശോധിക്കുമ്പോൾ തന്നെ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ നയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. 38-39 ആളുകൾക്ക് മാത്രമാണ് നമ്മുടെ പഞ്ചായത്തിൽ വീട് കിട്ടിയത്. അതേസമയം ഫ്ലാറ്റിന് വേണ്ടി 2 തവണ പഞ്ചായത്ത് അപേക്ഷ ക്ഷണിച്ചു. 100-ലേറെ ആളുകൾ അപേക്ഷ കൊടുത്തു. ഇതുവരെ നമ്മുടെ പഞ്ചായത്തിൽ ആ രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളും ഈ പഞ്ചായത്ത് ഭരണസമിതി നടത്തിയിട്ടില്ല. വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ പഞ്ചായത്ത് ഇവിടെ പറഞ്ഞല്ലോ, നമ്മുടെ പഞ്ചായത്തിലുള്ള ഏക ഗവൺമെന്റ് UP സ്കൂൾ ചമ്മങ്കടവ. ആ ചമ്മങ്കടവ് UP സ്കൂളിൽ നിങ്ങളുടെയൊക്കെ മക്കൾ പഠിക്കുന്നുണ്ടാവും. നമ്മുടെ പഞ്ചായത്തിലുള്ള ഏക ഹൈസ്കൂൾ ചമ്മങ്കടവ് ഹൈസ്കൂളാണ്, മാനേജ്മെന്റ് ഹൈസ്കൂളാണ്. അവിടെ നമ്മുടെയൊക്കെ മക്കൾ പഠിക്കുന്നുണ്ടാവും. നമ്മൾ മലപ്പുറത്തേക്കോ കോഴിക്കോട്ടേക്കോ ഒന്നും പോകണ്ട, ഈ സ്കൂളുകളിലേക്കൊന്ന് പോയാൽ 4.5 വർഷം മുമ്പ് ആ സ്കൂളിൽ പഠിച്ച കുട്ടികളും ഇന്ന് ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും അവരിയ്ക്കുന്ന കസേര അടക്കമുള്ള അവരുടെ ക്ലാസ് റൂം അടക്കമുള്ള സൗകര്യങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ട് ഇടതുപക്ഷം എന്നുള്ളതിന് കൃത്യമായ മറുപടി നമുക്ക് ലഭിക്കും. സർക്കാർ ആശുപത്രികളിലേക്ക് പോകുമ്പോഴും എല്ലാ മേഖലയിലേക്ക് ചെല്ലുമ്പോഴും സർക്കാരിൻ്റെ വികസനങ്ങൾ ഒന്നൊന്നായി കാണുമ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ മറ്റു പല വിഷയങ്ങളിലും സാധാരണക്കാർ അനുഭവിക്കുന്ന വിഷയങ്ങൾ ഇവ സൂചിപ്പിച്ചു. ഞാൻ പറഞ്ഞു ലൈഫ് ഭവന പദ്ധതി. അതോടൊപ്പം തന്നെ നമുക്കറിയാം 2 വർഷം മുമ്പ് LDF സർക്കാർ പ്രഖ്യാപിച്ച ബൃഹത്തായ ഒരു പദ്ധതിയാണ് സമ്പൂർണ്ണ വൈദ്യുതീകരണം. കേരള സംസ്ഥാനത്തെ മുഴുവൻ ആളുകൾക്കും മുഴുവൻ കുടുംബങ്ങൾക്കും സമ്പൂർണ്ണമായി വൈദ്യുതി കണക്ഷൻ കൊടുക്കുക എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ആ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോയി 2 പോസ്റ്റും 3 പോസ്റ്റും ഒക്കെ സർക്കാർ സൗജന്യമായി നൽകിക്കൊണ്ട് എല്ലാ ആളുകൾക്കും കണക്ഷൻ കൊടുത്തപ്പോൾ
നമ്മുടെ പഞ്ചായത്തിൽ ഇന്നും കറണ്ട് കിട്ടാത്ത എത്രയോ ആളുകളുണ്ട്. ഇതൊന്നും പിണറായി വിജയൻ നേരിട്ട് വന്ന് കറണ്ട് കൊടുക്കൂല. കാരണം അതിന് സൗകര്യം ഒരുക്കേണ്ടത് അതാത് വാർഡ് മെമ്പർമാരാ. ലൈഫ് ഭവന പദ്ധതിക്ക് അപേക്ഷ വാങ്ങിക്കൊടുക്കേണ്ടതും അതിന്റെ പശ്ചാത്തല സൗകര്യം ഒരുക്കേണ്ടതും വാർഡ് മെമ്പർമാരാ. ഈ ചമ്മങ്കടവ് അങ്ങാടിയിൽ ഉൾപ്പെടുന്ന ചമ്മങ്കടവ് ടൗൺ വാർഡിൽ തന്നെ 3 or 4 ആളുകൾ എന്റെ അറിവിൽ വർഷങ്ങളായി ലൈഫ് ഭവന പദ്ധതിയിലേക്ക് അപേക്ഷ കൊടുത്ത് ഇന്നും വാടക വീടുകളിൽ താമസിക്കുന്നവരായിട്ടുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിൽ മാത്രം ഇത്തരം പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല? സംസ്ഥാന സർക്കാർ വലിയൊരു പദ്ധതി കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചു. നമുക്കറിയാം, സംസ്ഥാനത്ത് ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് കുടിവെള്ള പ്രശ്നം. നമ്മുടെ പഞ്ചായത്തിൽ തന്നെ പൂർണ്ണമായിട്ടും പൈപ്പ് ലൈൻ ആശ്രയിച്ചുകൊണ്ട് കുടിവെള്ളത്തിന് പൈപ്പ് ലൈന് മാത്രം ആശ്രയിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. സംസ്ഥാന സർക്കാർ ജൽ ജീവൻ പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ പൂർണ്ണമായും കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി ബൃഹത്തായ ഒരു പദ്ധതി പ്രഖ്യാപിച്ചപ്പോ നമ്മുടെ പഞ്ചായത്തില്, കോഡൂർ പഞ്ചായത്തില് 10 ലക്ഷം രൂപയുടെ ഒരു പദ്ധതി പോലും ടെൻഡർ കൊടുക്കാൻ, എസ്റ്റിമേറ്റ് എടുത്ത് കൊടുക്കാൻ നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചില്ല എന്നുള്ളത് ഈ പഞ്ചായത്ത് ഈ ജനങ്ങളോട് ചെയ്യുന്ന അനീതിയാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിലേക്കൊന്നും ഞാൻ നീങ്ങുന്നില്ല. ഇവിടെ സൂചിപ്പിച്ചു 4.5 വർഷത്തെ സർക്കാരിന്റെ നേട്ടങ്ങൾ. ആ നേട്ടങ്ങൾ പൂർണ്ണമായിട്ടും എത്താത്ത ചില പ്രദേശങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം പ്രാദേശിക ഭരണസമിതികളുടെ അനാസ്ഥയാണ്. അതിൽപ്പെട്ട ഒരു പഞ്ചായത്താണ് നമ്മുടെ കോഡൂർ പഞ്ചായത്ത്. തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന പഞ്ചായത്തുകൾ മൂർക്കനാടിലും പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലൊക്കെ 2ഉം 3ഉം ഫ്ളാറ്റ് സമുച്ചയങ്ങൾ വന്നപ്പോ കോഡൂർ പഞ്ചായത്തിൽ ഒരു ഫ്ളാറ്റ് കെട്ടാൻ വേണ്ടി 4 സെന്റ് സ്ഥലം പോലും കണ്ടെത്താത്ത ഭരണകൂടം ഈ പഞ്ചായത്തിലെ സാധാരണക്കാരായ മനുഷ്യനോട് നീതികേട് കാണിക്കുന്ന ഈ ഭരണകൂടത്തിനെതിരെ ഉള്ള ഒരു വിധിയെഴുത്തായിട്ട് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ മാറ്റണം. വരാനിരിക്കുന്ന ഈ ഗവൺമെന്റിന്റെ ബൃഹത്തായ പദ്ധതികള്, ജനകീയ പ്രവർത്തനങ്ങള് കൃത്യമായിട്ട് പ്ലാനിങ്ങോടുകൂടി നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും ലഭ്യമാക്കേണ്ടതുണ്ട്. കോഡൂർ പഞ്ചായത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നേട്ടങ്ങൾ കൃത്യമായി നമ്മുടെ പഞ്ചായത്ത് ജനങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. അതിന് സംസ്ഥാന ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന, സംസ്ഥാന സർക്കാരിനോടൊപ്പം നിൽക്കുന്ന ഒരു ഭരണകൂടം ഈ പഞ്ചായത്തിലും വരേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഒറ്റ കാര്യം കൂടി പറയാം. ഇവിടെ സൂചിപ്പിച്ചു ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ അതാണുള്ള ഏറ്റവും വലിയ ആയുധം, സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്ന പ്രചരണം എന്താ? പെരുന്നാളിന് കിറ്റ് കൊടുക്കുന്നുണ്ട്, ഉടനെ വരെ കമന്റ്, അത് പിണറായിന്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവരല്ല, ഞങ്ങളുടെ നികുതിപ്പണ. ശരി, ക്രിസ്മസിന് കിറ്റ് കൊടുക്കുന്നുണ്ട്, അതും നികുതിപ്പണ. പക്ഷേ ഇവർ സൂചിപ്പിച്ചു ഈ കൊടുക്കുന്നതൊന്നും നിങ്ങളുടെ അവജ്ഞ കൊണ്ടായിരിക്കാം, ഇതൊന്നും നിങ്ങളുടെ നികുതിപ്പണ അല്ല. ഇതൊക്കെ സന്മനസ്സുള്ള ആളുകൾ സംസ്ഥാനത്തെ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തതാണ്. 4 പൈസ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കരുത് എന്ന് പ്രഖ്യാപിച്ച ലീഗും കോൺഗ്രസും ഒരു ഉളുപ്പുമില്ലാതെ ആ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കിട്ടുന്ന ഈ ആനുകൂല്യങ്ങൾ കൃത്യമായി നമ്മളെക്കാളൊക്കെ മുന്നായി പോയിട്ട് റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്നുണ്ട്. ഇനി ന്യായത്തിന് വേണ്ടി, വാദത്തിന് വേണ്ടി നിങ്ങൾ പറയുന്ന ഈ നികുതി പണത്തിന്റെ കാര്യം അംഗീകരിക്കാം. പക്ഷേ 2016 ശേഷമല്ലല്ലോ നമ്മളൊക്കെ നികുതി കൊടുക്കാൻ തുടങ്ങിയത്. കേരളമുണ്ടായ കാലം മുതൽ, ഐക്യ കേരളം രൂപപ്പെട്ട കാലം മുതൽ ഇവിടെയുള്ള ആളുകളൊക്കെ നികുതി കൊടുക്കുന്നുണ്ട്. കെട്ടിടത്തിന് നികുതി കൊടുക്കുന്നുണ്ട്, ഭൂമിക്ക് നികുതി കൊടുക്കുന്നുണ്ട്, ടാക്സ് കൊടുക്കുന്നുണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ 5 കൊല്ലം കുഞ്ഞാലിക്കുട്ടിയും ഉമ്മൻചാണ്ടിയും നികുതി പിരിച്ചിരുന്നു, ഇതിലും കൂടുതൽ കിട്ടിയിരുന്നു. അപ്പൊ ആ പണം കൊണ്ട് നമുക്ക് കിറ്റ് കിട്ടിയിട്ടില്ല, അരി കിട്ടിയിട്ടില്ല, നമ്മുടെ സ്കൂളുകൾ നന്നാക്കിയിട്ടില്ല, നമ്മുടെ റോഡുകൾ നന്നാക്കിയിട്ടില്ല. അപ്പൊ ആ നികുതി പണം കുഞ്ഞാലിക്കുട്ടിയും ഉമ്മൻചാണ്ടിയും അടക്കമുള്ള ഐക്യ ജനാധിപത്യ മുന്നണി നേതാക്കന്മാര് വീതം വെച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി എന്ന് നമ്മൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളെ കുറ്റം പറയാൻ പറ്റുമോ? അന്നുണ്ടായിരുന്നല്ലോ ഈ നികുതി പണം, ഒരു ചില്ലിക്കാശ്. കഴിഞ്ഞ 5 കൊല്ലം ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോ 5 ക്രിസ്മസ് വന്നു, 5 ചെറിയ പെരുന്നാൾ വന്നു, 5 വലിയ പെരുന്നാൾ വന്നു, 5 ഓണം വന്നു. ഏതെങ്കിലും ഒരു ഓണത്തിന്, ഏതെങ്കിലും ഒരു ക്രിസ്മസിന്, ഏതെങ്കിലും ഒരു പെരുന്നാക്ക് കിറ്റ് പോയിട്ട് റേഷൻ കടയിൽ നിന്നൊരു കീസെങ്കിലും നിങ്ങൾ കൊടുത്തോ? കൊടുത്തിട്ടില്ല. അപ്പൊ ഇത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഒരു പഴയ കാലത്ത് ചരിത്രമുണ്ട്. 5 കൊല്ലം നിങ്ങൾ, 5 കൊല്ലം ഞങ്ങള്.
ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങളും ഞങ്ങളും ഇല്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടാകാൻ പോകുന്നുള്ളൂ. ഇത് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചൊരു കാര്യമാണ്. കേരള സംസ്ഥാനത്തിന്റെ നേട്ടം, കേരളത്തിലെ ജനങ്ങളുടെ വിഷയങ്ങൾ അംഗീകരിക്കുന്ന, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് ഇവിടെ നിലനിൽക്കുമ്പോൾ ആ ഗവൺമെന്റ് മാറേണ്ട ആവശ്യമില്ല എന്ന് കേരളീയ പൊതുസമൂഹം ആലോചിച്ച് ഉറപ്പിച്ച ഈ സാഹചര്യത്തിൽ ഈ ഗവൺമെന്റിനെതിരെ എന്തെങ്കിലുമൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയെയും RSSനെയും രാജ്യത്തെ കോർപ്പറേറ്റുകളെയും രാജ്യത്തെ മാധ്യമ സിൻഡിക്കേറ്റിനെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏതെങ്കിലും രൂപത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ മൂക്കിൽ വലിച്ചു കയറ്റാമെന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, സഖാവ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ ജീവിക്കുന്നത് കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യന്മാരുടെ മനസ്സിന്റെ ഉള്ളിലാണ്. ഈ കള്ളപ്രചരണങ്ങൾ, ഈ അപവാദ പ്രചരണങ്ങൾ അത് നമ്മൾ സംസ്ഥാനത്ത് നടക്കില്ലാൻ പോകുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പറയാനുള്ളത്, കേരളത്തിലെ ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന നിരവധി പദ്ധതികൾ എല്ലാ മേഖലയിലും, കാർഷിക മേഖലയിൽ, വ്യാവസായിക മേഖലയിൽ അടക്കമുള്ള ഒരുപാട് പദ്ധതികൾ നടക്കില്ലാതെ പോകുന്ന നമ്മുടെ പഞ്ചായത്തിൽ ഈ സർക്കാരിന്റെ ഭരണ മികവിന്റെ പൂർണ്ണമായ ആനുകൂല്യങ്ങൾ കോഡൂർ പഞ്ചായത്തിലേക്ക് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ കോഡൂരിലേക്ക് കൊണ്ടുവരാൻ കെൽപ്പുള്ള ഒരു ഭരണസമിതി നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടാകണം. ഇവിടെ ഫ്ലെക്സ് വെക്കാനും പടക്കം പൊട്ടിച്ച് ഉദ്ഘാടനം നടത്താനും മാത്രമല്ല വികസനം എന്ന് പറയുന്നത് 1 ലക്ഷം രൂപ കൊണ്ട് 35 മീറ്റർ റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതല്ല. വികസനം എന്ന് പറയുന്നത് ഇടതുപക്ഷം ഭരിക്കുന്ന വികസന വിപ്ലവത്തിന് നേതൃത്വം കൊടുക്കാൻ കോഡൂർ പഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ. അടുത്തതായി സഖാവ് ഇല്യാസ് ഞങ്ങളോട് സംസാരിക്കും. അതിനായി അദ്ദേഹത്തെ ക്ഷണിക്കും. വിവിധ പദ്ധതികളുടെ നേരിട്ട് അതിൻ്റെ ഗുണം ലഭിച്ചിട്ടുള്ള, അതിൻ്റെ ഭാഗവാക്കായിട്ടുള്ള അനുഭവസ്ഥരായിട്ടുള്ള ആളുകളുടെ പ്രതികരണം കൂടി ഉണ്ടാക്കുക എന്ന നിലയിലാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ സർക്കാർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് LDF വരും എല്ലാം ശരിയാകും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അന്ന് ശരിയാകാതെ ഒരിക്കലും കിടക്കാൻ പാടില്ലാത്ത ഒരു സംഗതി ശരിയാകാതെ കടന്നിരുന്നു. അതായിരുന്നു ഇവിടെ അനിൽ മാഷെല്ലാം സൂചിപ്പിച്ച പെൻഷൻ. ആ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ പ്രദേശത്തുകാരനായിട്ടുള്ള കുഞ്ഞങ്കരേട്ടൻ അതിനെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കും. നമുക്ക് ആദ്യം കിട്ടിയിരുന്ന പെൻഷൻ 300 ആയിരുന്നു. ഇപ്പോൾ പിന്നെ കിട്ടിയിരുന്നത് 600 ഇപ്പോൾ കിട്ടുന്നത് 1400. നമ്മുടെ ഈ പെൻഷന്റെ ഒരു ചരിത്രം, നായനാർ സർക്കാർ കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ സമയത്ത് 40 രൂപയായിരുന്നു പെൻഷൻ മാസം. ഇന്നത് 1400 ആ 40 രൂപ വിതരണം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച സമയത്ത് അന്നത്തെ പ്രതിപക്ഷ നേതാവ് K കരുണാകരൻ പറഞ്ഞൊരു ഡയലോഗ്, കേരളത്തിലെ കർഷക തൊഴിലാളികൾക്ക് കള്ളുകുടിക്കാൻ വേണ്ടി നായനാര് പൈസ കൊടുക്കുകയാണ് എന്നുള്ളതായിരുന്നു. അന്നേ കോൺഗ്രസിന്റെ സമീപനം ഈ സാമൂഹിക സുരക്ഷാ പെൻഷനുകളോട് എതിര് നിൽക്കുന്ന സമീപനമായിരുന്നു എന്നുള്ളതാണ് ചരിത്രം. പിന്നീടുള്ള കാലം അതിനെല്ലാം തിരുത്തുകയും ഇന്ന് കഴിഞ്ഞ സർക്കാർ 33 ലക്ഷം ആളുകൾക്കാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വിതരണം ചെയ്തിരുന്നത് എങ്കിൽ ഇപ്പോ 58 ലക്ഷം ആളുകൾക്ക് 600 രൂപയുണ്ടായിരുന്ന പെൻഷൻ 1400 രൂപയാക്കി വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന നിലയിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ പ്രവർത്തിക്കുന്നു എന്ന അഭിമാനകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ജ്യോതിക ഇതിന്റെ ബാക്കി തുടരും.
കേരള സംസ്ഥാനം സമ്പൂർണ്ണ സാക്ഷരത ഉള്ള ഇന്ത്യൻ ഒരു സംസ്ഥാനമാണ്. ഇന്ന് ഈ 4.5 വർഷക്കാലം കൊണ്ട് നമ്മുടെ ഇടതുപക്ഷ സർക്കാർ ഒരുപാട് മാറ്റങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കുതിച്ചുചാട്ടം തന്നെയാണ് വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായിട്ടുള്ളത്. വിദ്യാഭ്യാസ രംഗത്തെ കുറച്ച് മാറ്റങ്ങളെക്കുറിച്ചും അതിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചും പറയുന്നതിന് വേണ്ടി MSP +1 വിദ്യാർത്ഥിയായ ആയിഷ ജസ്നി എന്ന വിദ്യാർത്ഥിയെ ക്ഷണിക്കുന്നു. ഞാൻ ആയിഷ ജസ്നി, ഇപ്പോൾ +1 MSPയിലാണ് പഠിക്കുന്നത്. നമ്മുടെ കേരള സർക്കാർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത ഒരു മേഖലയാണ് വിദ്യാഭ്യാസ മേഖല. അത് നമുക്കെല്ലാവർക്കും തന്നെ കാണാൻ കഴിയുന്നതാണ്. പാഠപുസ്തകത്തിൻ്റെ കാര്യമായാലും സൗജന്യ കിറ്റ്, ഉച്ചഭക്ഷണം, ഇതിലേറെ മികവുറ്റതായിട്ടുണ്ട്. മുമ്പ് പാഠപുസ്തകങ്ങൾ ലഭിക്കുന്നത് വളരെ വൈകിട്ടായിരുന്നു. ഇന്ന് സ്കൂളുകൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ പാഠപുസ്തകങ്ങൾ കയ്യിൽ കിട്ടുന്ന രീതിയായി. പിന്നെ ഇന്ന് ഈ കോവിഡ് കാലത്ത് സൗജന്യ കിറ്റ് വിതരണവും യൂണിഫോം സൗജന്യമായി നൽകുന്നുണ്ട്. ഈ ലോക്ക്ഡൗൺ കാലത്ത് SLC ഹയർ സെക്കൻഡറി എക്സാമുകളൊക്കെ മുടങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പോൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ എക്സാമുകൾ നടത്താനും അതിൻ്റെ ഫലപ്രഖ്യാപനം വളരെ വേഗത്തിൽ പ്രഖ്യാപിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് 141 സ്കൂളുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ്. ഞാൻ പഠിക്കുന്ന സ്കൂൾ തന്നെ ഇന്ന് ഹൈടെക്കായി, ക്ലാസ്സുകൾ സ്മാർട്ട് ക്ലാസ് റൂമുകളായി, ധാരാളം കമ്പ്യൂട്ടറുകൾ, സൗജന്യമായി കമ്പ്യൂട്ടറുകൾ ഓരോ ക്ലാസ്സിലും വരികയുണ്ടായി. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാരിൻ്റെ കീഴിൽ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞതിനെ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കേണ്ട ഒരു കാര്യം തന്നെ. നമ്മുടെ പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെട്ടതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ്, മാറ്റമാണ്. 2018-19 വർഷങ്ങളിൽ 5 ലക്ഷം കുട്ടികളാണ് സർക്കാർ സ്കൂളിലേക്ക് പുതുതായി പഠിക്കാൻ വേണ്ടി ചേർന്നത്. മുമ്പ് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് വിദ്യാലയങ്ങളിൽ നിന്ന് സ്വകാര്യ വിദ്യാലയങ്ങളിലേക്കാണ് കുട്ടികൾ അങ്ങോട്ട് പേരുവെട്ടലായിരുന്നുവെങ്കിൽ ഇപ്പോൾ നേരെ തിരിച്ച് സർക്കാർ വിദ്യാലയത്തിലേക്ക് വന്ന് പഠിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളിലെ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത്. കേരള വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടമായി ഈ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മാറുകയാണ്. അതോടൊപ്പം നമ്മളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് കോവിഡിൻ്റെ കാലത്താണ്. കോവിഡിൻ്റെ കാലം നമ്മൾക്ക് പരിചിതമല്ലാത്തൊരു ജീവിത സാഹചര്യത്തിലൂടെയൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ സകല മേഖലയിലും ആ കോവിഡ് ബാധിച്ചു. ഇപ്പോൾ ഇന്ന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ചില അനുഭവങ്ങൾ നമ്മുടെ മൈത്രി നഗർ സ്വദേശിയും മഞ്ചേരി മെഡിക്കൽ കോളേജിലെ നഴ്സുമായിട്ടുള്ള കോവിഡ് വരികയും മാറുകയൊക്കെ ചെയ്തിട്ടുള്ള രഞ്ജിത ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയും. നമസ്കാരം. ഞാനിവിടെ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് നമ്മൾ സിറ്റി ഓഫ് ഡ്രീംസ് എന്നൊക്കെ പറയുന്ന മഹാരാഷ്ട്രയിലെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മുടെ കൊറോണ ആദ്യമായിട്ടുള്ള ഫസ്റ്റ് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സമയമാണ്. അന്ന് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ അത്ര തന്നെ കൂടുതലായിട്ട് ഇത് വന്നിട്ടില്ലായിരുന്നു. പിന്നീട് ഒരു 4 മാസത്തോളം ഞങ്ങളവിടെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു മാർച്ച് സമയത്തൊക്കെയാണ് ഇതിൻ്റെ റേറ്റിംഗ് കൂടി വരുന്നത്. ആ സമയത്ത് കേരളത്തിലൊക്കെ നമ്മൾ നിപ്പേനെ പ്രതിരോധിച്ച പോലെ തന്നെ നല്ല രീതിയിലുള്ള പ്രതിരോധം, അതായത് ആരോഗ്യ മേഖലയിലെ എല്ലാ ആളുകൾക്കും അവർക്ക് വേണ്ട തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് തന്നെ ആ സമയത്ത് കേരളം നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അതേ സമയത്ത് ഈ 2 സംസ്ഥാനങ്ങൾ, മഹാരാഷ്ട്ര എന്ന് പറയുന്ന ഒരു വികസിത സംസ്ഥാനത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിലെ
ഒരുപാട് മുന്നേറിയ രീതിയിലായിരുന്നു മാറ്റങ്ങൾ ഉണ്ടായിരുന്നത്. ഞങ്ങൾ എന്നും ഓരോ തവണയും ന്യൂസൊക്കെ വെച്ച് കാണുമ്പോൾ ആ സമയത്ത് 0 അവസാനത്തെ കോവിഡ് രോഗി വരെ നമ്മുടെ ഹോസ്പിറ്റലിൽ വിട്ടു പോയി എന്നൊക്കെ കേട്ടു. അതേസമയം മഹാരാഷ്ട്രയിൽ 10,000 കടന്നിട്ടായിരുന്നു കേസുകൾ വന്നുകൊണ്ടിരുന്നത്. പിന്നീട് ഞങ്ങൾക്ക് ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിസ്ഥാനമായിട്ട് വേണ്ടതാണ് നമ്മുടെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് പറഞ്ഞ അറ്റ്ലീസ്റ്റ് ഒരു PPE കിറ്റെങ്കിലും അതുപോലും പ്രൊവൈഡ് ചെയ്യാതെ വന്ന സമയത്താണ് ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഉദ്ദേശിച്ചത്. ആ സമയത്ത് നമ്മുടെ പിണറായി സർക്കാർ ഒരുപാട് രീതിയിലുള്ള നമുക്ക് പുറം സംസ്ഥാനത്തും പുറം രാജ്യങ്ങളിലും വർക്ക് ചെയ്യുന്ന ഒരുപാട് പേർക്ക് നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളിവിടെ എത്തിയിട്ട് ഞങ്ങൾ 5 പേരടങ്ങുന്ന ഒരു സംഘമായിരുന്നു. ഞങ്ങളിവിടെ എത്തി ക്വാറന്റൈനിൽ ഇരുന്നിട്ട് ടെസ്റ്റ് ചെയ്തു. നെഗറ്റീവായ ശേഷം നെഗറ്റീവായ പിറ്റേന്ന് തന്നെ പിന്നീട് വീണ്ടും ഞങ്ങൾ കുറച്ച് ദിവസം കൂടി ക്വാറന്റൈനിൽ ഇരുന്നു. അത് കഴിഞ്ഞ് വീട്ടിലെത്തി പിറ്റേന്ന് തന്നെ ഞാനിവിടെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യായിരുന്നു. അവിടെ എത്തിയപ്പോൾ എനിക്ക് മഹാരാഷ്ട്ര അങ്ങനത്തെ ഒരു വികസിത രാജ്യത്ത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മുടെ കേരള സംസ്ഥാനത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു മെഴുകുതിരി എന്ന് പറയില്ലേ, കറണ്ട് പോയാൽ മെഴുകുതിരി മുതൽ കൊതുക് തിരി, ഈവൻ ചപ്പൽസ് വരെ നമ്മുടെ കേരള സർക്കാർ നമ്മുടെ കോവിഡ് രോഗികൾക്ക് വേണ്ടി അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ഈവനിങ് ടൈമിലാണ് നമ്മൾ ഈ കോവിഡ് പോസിറ്റീവായ രോഗികളെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു കോവിഡ് വന്ന് മാറിയ ഒരു രോഗി എന്നുള്ള രീതിയിൽ, അതായത് വാർഡ് 17 ഫസ്റ്റ് കോവിഡ് വന്നത് എൻ്റെ ബ്രദറിനാണ്, രഞ്ജിത്ത്. അപ്പോൾ അവൻ ഫേസ് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവിടെ നിന്ന് നമുക്ക് പെട്ടെന്ന് കോവിഡ് പോസിറ്റീവാന്ന് വിളിച്ചു പറയുമ്പോൾ നമുക്കൊന്നും എടുക്കാനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവർ ആകെ ടെൻഷൻ ആവുകയാണ്, എന്തൊക്കെയാണ് വരാനുള്ളത്, ഹോസ്പിറ്റലൈസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും ഒന്നും അറിയാൻ പാടില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് വേണ്ട എല്ലാ സാഹചര്യങ്ങളും നമുക്ക് 5 നേരമാണ് ഫുഡ് കൊടുക്കുന്നത് അവിടെ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, 10 മണിക്ക് ഒരു കഞ്ഞിയുണ്ട്, ഉച്ചയ്ക്കുള്ള ഫുഡ്, ഈവനിങ്ങിലെ ടീ, അത് കഴിഞ്ഞിട്ട് നൈറ്റിലെ ഫുഡ്, ഇങ്ങനെ 5 നേരത്തെ ഭക്ഷണം, കൊതുക് തിരി, ഡ്രസ്സ്, ഡ്രസ്സില്ലാത്തവർക്ക് ഡ്രസ്സ് അടക്കം എല്ലാം നമ്മുടെ സർക്കാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ചെന്ന സമയത്തായിരുന്നു മുഴുവൻ വാർഡുകളോടെ പോസിറ്റീവ് ആയിരുന്നില്ല, ഓരോന്നോരോന്ന് പോസിറ്റീവായി കൊണ്ടുവരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റ ദിവസം കണ്ടാണ് ഓരോ വാർഡും ഫുൾ പേഷ്യൻസിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അത്രയും സജ്ജമാക്കി മാറ്റിയത്. അതുപോലെ ഫാസ്റ്റായിട്ടുള്ള മാറ്റങ്ങൾ ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റി. ഇപ്പോൾ ഞാൻ 6 മാസമായി അവിടെ വർക്ക് ചെയ്യുന്നു. എല്ലാ രീതിയിലുള്ള വികസിതമായിട്ടുള്ള എല്ലാ വികസന മാർഗങ്ങളും നമ്മുടെ സംസ്ഥാന സർക്കാർ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കോവിഡ് മാറിയ ഒരു രോഗി എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എല്ലാവിധ പ്രൊട്ടക്ഷനും അവിടെ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈവൻ ഞങ്ങൾക്ക് വിത്ത് സാലറി ആയിരുന്നു. ഞങ്ങൾക്ക് നല്ല എല്ലാ ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വിത്ത് സാലറിയാണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാക്കി എല്ലാ മേഖലകളിലുള്ള പോലെ തന്നെ വീടുകളിൽ പോലും ഈ കോഡൂർ പഞ്ചായത്തിൽ വെച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഞങ്ങളുടെ വീടൊക്കെ ശുചീകരിച്ചത് പോലും ഇവിടുത്തെ സ്ഥാനാർത്ഥികളും LDFും എല്ലാം കൂടിയിട്ടാണ്. അത് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും വന്നു ചേരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. ഞാനും ഏട്ടനും 2 പേർക്കും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു വീട്ടിൽ വരാൻ. അപ്പം അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടുള്ള എല്ലാ ഭക്ഷണവും അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങളും പ്രത്യേകിച്ച് ബാവാക്ക ഇവരൊക്കെ കൂടി ചേർന്നിട്ടാണ് കൊടുത്തിരുന്നത്. ഇതിന് പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക്സ്. ഈ കോവിഡിൻ്റെ എല്ലാ അനുഭവങ്ങളിലൂടെയും കടന്നു വന്ന ആളാണ് രഞ്ജിത. അതിൻ്റെ രോഗിയായി അതിൻ്റെ മുമ്പ് കേരളത്തിൻ്റെ പുറത്തൊരു സംസ്ഥാനത്ത് ജോലി ചെയ്തു കോവിഡിൻ്റെ തുടക്കകാലത്ത്. അവിടെ ഉണ്ടായിരുന്ന അനുഭവങ്ങളും വീണ്ടും കേരളത്തിൽ തിരിച്ചു വന്ന് ഇപ്പോൾ കേരളത്തിലുള്ള അനുഭവങ്ങളും, അപ്പോൾ എല്ലാ തലവും ബന്ധപ്പെടുത്തിയോണ്ടാണ് രഞ്ജിത അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചത്. താങ്ക് യു. മറ്റു മേഖലകളെ പോലെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു മേഖലയാണ് കായിക രംഗം. ഈ കായിക രംഗത്തെ മാറ്റങ്ങളെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നതിന് വേണ്ടി മുൻ ഹോക്കി താരം വന്ദനേച്ചിയെ ക്ഷണിക്കുന്നു. ഈ ഒരു ചെറിയ കാലയളവിൽ കായിക മേഖലയിൽ വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആദ്യമായിട്ട് തന്നെ പറയുകയാണെങ്കിൽ 57ഓളം സ്റ്റേഡിയങ്ങളാണ് ഈ ഒരു ചെറിയ കാലയളവിൽ നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. അതുപോലെ തന്നെ മികച്ച 440 കായിക താരങ്ങൾക്ക് സർക്കാർ സർവീസിൽ തന്നെ ജോലി നൽകുകയുണ്ടായി. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കഴിഞ്ഞ പ്രാവശ്യം മുടങ്ങിക്കിടന്നിരുന്ന ദേശീയ
മത്സര വിജയികൾക്ക് നൽകിയിരുന്ന ക്യാഷ് അവാർഡ് ഇപ്രാവശ്യം ഈ ഗവൺമെൻറ് പുനഃസ്ഥാപിക്കുകയുണ്ടായി. അതുപോലെ പ്രൈമറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പ്ലേ ഫോർ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ആവിഷ്കരിച്ചു. അവരുടെ കായിക അവരുടെ മേഖല കണ്ടെത്തിക്കൊണ്ട് അതിൽ കായിക മേഖല കണ്ടെത്തി അതിനാവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് പ്ലേ ഫോർ ഹെൽത്ത്. അതുപോലെ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ കീഴിൽ വരുന്ന സ്പോർട്സ് ഹോസ്റ്റലുകളിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൊടുത്തിരുന്ന DA 150 രൂപയായിരുന്നു. അത് ഇപ്രാവശ്യം 200 രൂപയാക്കി വർദ്ധിപ്പിക്കുകയുണ്ടായി. കേരളത്തിൽ പൊതുവിൽ വലിയ മാറ്റം കായിക മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു 57 മൈതാനങ്ങൾ, സ്റ്റേഡിയം ഉൾപ്പെടെ മൈതാനങ്ങൾ കേരളത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. കേരളത്തിൽ രൂപീകരിച്ചത് മുതലുള്ള ചരിത്രം എടുത്തു നോക്കിയാൽ 57 മൈതാനങ്ങൾ എന്നത് ഒരു വലിയ അക്കമാണ്. ഒരുപക്ഷെ കേരളം ഇതുവരെ നേടിയതിൻ്റെ ഏകദേശം പകുതിയോളം സ്റ്റേഡിയങ്ങൾ, പുതിയ സ്റ്റേഡിയങ്ങൾ കഴിഞ്ഞ 4.5 വർഷക്കാലത്തിനിടയിൽ കേരളത്തിൽ ഉണ്ടായി എന്നുള്ളത് കായിക മേഖലയെ സംബന്ധിച്ച് വലിയൊരു നേട്ടമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അതോടൊപ്പം തന്നെ ഒരു ചെറിയ കാര്യം കൂടി സൂചിപ്പിച്ചു പോവാണ്. നമ്മുടെ കോഡൂർ പഞ്ചായത്ത് എന്ന് പറയുന്നത് നിരവധിയായിട്ടുള്ള കായിക താരങ്ങളെ പല സമയത്തും സംഭാവന ചെയ്തിട്ടുള്ള ഒരു പഞ്ചായത്താണ്. ഇപ്പോഴും വിവിധ കായിക ഇനങ്ങളിൽ പരിശീലിക്കുന്ന കുട്ടികളുള്ള നാടാണ്. എന്നാൽ അതിന് പറ്റാവുന്ന ഒരു സൗകര്യം നമ്മുടെ പഞ്ചായത്തിലില്ല എന്നുള്ളതാണ് വസ്തുത. ഒരു കായിക ഇനവും അതിൻ്റെ എല്ലാ ഗുണപരമായ അംശത്തോടും കൂടി പരിശീലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം കേരളത്തിൽ നമ്മുടെ കോഡൂർ പഞ്ചായത്തിനകത്ത് ഇല്ല എന്നുള്ളത് നമ്മുടെ ഒരു നിർഭാഗ്യമായി ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് അടുത്തത് നമ്മോട് സംസാരിക്കുന്നത് ഒന്ന് കാർഷിക മേഖല. ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടലുണ്ടായിട്ടുള്ള ഒരു മേഖലയാണ് കാർഷിക മേഖല എന്ന് പറയുന്നത്. ഒരു കാലത്ത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പോലും കരുതിയിരുന്ന പല ഇനങ്ങളും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കഴിയുന്ന നെൽവയലുകൾ, തരിശിട്ട വർഷങ്ങളോളം തരിച്ചു കിടന്ന നെൽവയലുകളിൽ വീണ്ടും കൃഷി തുടങ്ങാൻ ആളുകൾക്ക് പ്രചോദനം നൽകിയിട്ടുള്ള നിലയിലേക്കുള്ള പ്രവർത്തനം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കേരളത്തിലാകെ നടത്തുന്ന സ്ഥിതിയുണ്ടായി. പല മേഖലകളുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ ക്ഷീര കർഷക അവാർഡ് ജേതാവ് കൂടിയായിട്ടുള്ള ശ്രീ താജ് മൻസൂർ സംസാരിക്കുന്നതിന് വേണ്ടി ദൃശ്യം. പ്രിയപ്പെട്ടവരെ, ഞാൻ കോഡൂർ ക്ഷീരസംഘത്തിൻ്റെ ഒരു ഭരണസമിതി അംഗം, അതായത് അതിൻ്റെ വർഷങ്ങളായിട്ട് ഏകദേശം ഒരു 16 വർഷത്തോളമായി ആ സംഘത്തിൻ്റെ ഭാരവാഹിത്വം വഹിച്ചുകൊണ്ട് വരുന്ന ആളാണ്. തന്നെയുമല്ല, ഞാനൊരു കുറച്ച് വലിയ രീതിയിൽ എനിക്ക് കുറച്ച് ഒട്ടനവധി പശുക്കളെ പോറ്റി അതിലൂടെ എൻ്റെ വീട്ടിലെ കുടുംബങ്ങളെയും കുടുംബത്തിലുള്ള അംഗങ്ങളും എൻ്റെ പരിസരത്തുള്ള അയൽവാസികളായ എൻ്റെ സുഹൃത്തുക്കളൊക്കെ അങ്ങനെ ഒത്തിരി പേര് കൂടി ചേർന്ന് നടത്തുന്ന ഒരു സംരംഭമാണ് ഞങ്ങളുടെ ഈ ഡയറി ഫാം. ഇതിൽ നിന്നും എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 15 വർഷമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ സൊസൈറ്റിയിൽ വന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, 94-ൽ ലിക്വിഡേഷൻ ഭീഷണി നേരിട്ട സംഘമായിരുന്നു. അതിനെ 2005-ലാണ് നിങ്ങൾ പുനരുജ്ജീവിപ്പിച്ച് കൊണ്ടുവന്നത്. അതിനുശേഷം ഒരുപാട് സർക്കാരുകൾ മാറി മാറി വന്നു. പല നിലക്കും ഇപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ 4.5 വർഷം കൊണ്ട് ആ സൊസൈറ്റിയുടെ പുരോഗതി ഇവിടെയുള്ള ഓരോരുത്തർക്കും വന്ന് കാണാൻ കഴിയും. പാലിൻ്റെ ഉൽപ്പാദനത്തിലായിക്കോട്ടെ, രാവിലെ നിങ്ങൾക്ക് വലിയാട് പ്രദേശത്തൂടെ പോവുകയാണെങ്കിൽ ഒരു 6 മണി തൊട്ട് 8 മണി വരെ ആളുകൾ പാല് വാങ്ങിക്കാൻ വരുന്നു, പറഞ്ഞ് പാല് കൊണ്ടുവന്ന് തരുന്നു. ഇതിലൂടെ ഒരുപാട് ആളുകൾ ഉപജീവന മാർഗം നടത്തിക്കൊണ്ട് പോരുന്നു. ഇതിൽ നിന്നും മുൻ വർഷങ്ങളൊക്കെ അപേക്ഷിച്ച്
നേരത്തെ കിട്ടിയിരുന്ന സബ്സിഡി ഞങ്ങൾക്ക് ത്രിതല പഞ്ചായത്തുകൾ വഴിയും നാമമാത്രമായ സബ്സിഡിയാണ് കിട്ടിയിരുന്നത്. ഇപ്പോൾ 1 ലിറ്റർ പാലിന് 4 രൂപ അതായത് ത്രിതല പഞ്ചായത്ത് വഴി അഡീഷണലായി സബ്സിഡി കിട്ടുന്നുണ്ട്. അത് വളരെ സുതാര്യമായിട്ട് അതിൽ എടുത്തു പറയേണ്ട മറ്റൊരു വിഷയം, പുതിയ ഫാമിംഗ് മേഖലയിലേക്ക് വരുന്ന സംരംഭകർക്ക് ഒട്ടേറെ ആശ്വാസകരമായ പദ്ധതികളാണ് ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ കൊണ്ട് നടപ്പിലായിട്ടുള്ളത്. അതിൻ്റെ ഒരു ഒറ്റ കാര്യം ലൈസൻസിങ് സമ്പ്രദായം. 20 പശു വരെ വളർത്തുന്ന ലൈസൻസ് വേണ്ട സമ്പ്രദായം കൊണ്ടുവന്നത് ഇപ്പോഴത്തെ ഈ സർക്കാരാണ്. നേരത്തെ അതിനൊരു വലിയൊരു പ്രയാസം ഉണ്ടാക്കിയിരുന്നു. ലൈസൻസ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പൊല്യൂഷൻ കൺട്രോളിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അനേകം നൂലാമാലകൾ അതിൻ്റെ ബാക്കിലുണ്ട്. അത് വളരെ സുതാര്യമാക്കി. തന്നെയുമല്ല, കാർഷിക മേഖലയിൽ ഞാൻ രണ്ടും കൂടെ ചെയ്തോട്ട് പോകുന്ന ആളായതുകൊണ്ട് എനിക്ക് ശരിക്കും പറയാൻ പറ്റും, കാർഷിക ആവശ്യങ്ങൾക്കുള്ള വൈദ്യുതി നമ്മളൊരു വെള്ള പേപ്പറിൽ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സബ്സിഡിക്ക് വേണ്ടി നേരത്തെ കൃഷി ഓഫീസർ ഒരു ലെറ്റർ അടക്കം വേണ്ടി വന്നിരുന്നു. ഇപ്പോൾ ഇന്ന് അപേക്ഷ മാത്രം കൊണ്ട് ചെന്നാൽ നമുക്ക് കറണ്ട് കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അപ്പോൾ നോക്കുമ്പോൾ സമഗ്രം മറ്റു സമസ്ത മേഖലകളിൽ ഇതിനെ കൊണ്ട് ഈ കാർഷിക മേഖലയിൽ ഈ സർക്കാരിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ നെല്ലിൻ്റെ കാര്യത്തിൽ ഞാനൊരു 10-15 ഏക്കറോളം നെൽകൃഷി ചെയ്യുന്ന കർഷകനാണ്. അതിൽ നിന്ന് നേരത്തെയൊക്കെ ഏകദേശം ഞാനൊരു 6 വർഷക്കാലമായി ഇതിൽ നടക്കുന്നതുകൊണ്ടും എനിക്ക് പറയാൻ പറ്റും, കഴിഞ്ഞ ഗവൺമെൻറ് കാലത്തും നെൽകൃഷി നടത്തിയിരുന്നു. സപ്ലൈക്കൊക്കെ നെല്ല് കൊടുത്തതിന് ശേഷം 6 മാസം കാത്തു നിൽക്കേണ്ടി വന്നു എൻ്റെ ബില്ല് മാറിക്കിട്ടാൻ. ഈ ഗവൺമെൻറ് നിലവിൽ വന്നതിന് ശേഷം ആദ്യത്തെ വർഷത്തിൽ ഒരു 3 മാസം വൈകി, പിന്നത്തെ വർഷത്തിൽ 2 മാസം കൊണ്ട് കിട്ടി. അപ്പോൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ദിവസങ്ങൾക്കുള്ളിലാണ് ഞങ്ങൾക്കുള്ള ഫണ്ട് കിട്ടിയത്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് ആളുകൾ, പല രാഷ്ട്രീയക്കാരും നമുക്കുണ്ടാവും. അപ്പോൾ കർഷകർക്ക് ഇപ്പോൾ അത് പ്രത്യേകിച്ച് എല്ലാവരും തുറന്നു പറയുന്ന കൂട്ടത്തിലാണ്. അതേതായാലും കാര്യം ഈ ഗവൺമെൻറ് വന്നിട്ട് പിന്നെ നെല്ലിൻ്റെ സപ്ലൈക്ക് വഴി കിട്ടുന്ന പൈസ വളരെ പെട്ടെന്ന് കിട്ടി. എത്രയോ ആളുകൾ പറയാം, നേരിട്ട് പറയുന്നൊരു അനുഭവമാണ്. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഇത് പറയാതിരിക്കാൻ നിർവാഹമല്ല ഒരിക്കലും. അങ്ങനെ ഒരുപാട് ഈ കാർഷിക മേഖലയ്ക്ക് ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട്. നമ്മൾ പോരായ്മകൾ പറയാൻ ഒരുപാട് പോരായ്മ നിങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞാനൊരു ഈ ക്ഷീരകർഷക മേഖലയിലെ കർഷക കൂട്ടായ്മയുടെ ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ്. പല കർഷകരുടെയും പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാസർഗോഡ് തൊട്ട് പാലക്കാട് വരെ പല കർഷകരുടെയും പ്രശ്നങ്ങൾ നമുക്കറിയാം. പാലിൻ്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തത വരും ഒരുപാട് കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പം അതിന് ഒരു പ്രഖ്യാപനം മാത്രമേ ആവശ്യമുള്ളൂ. സ്വയം പര്യാപ്തത്തിൽ എത്തിയിരിക്കുകയാണ് പാലിൻ്റെ കാര്യത്തിൽ. പക്ഷേ നമുക്ക് സംസ്കരിക്കാനുള്ളൊരു യൂണിറ്റ് കൂടെ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതായത് പാൽപ്പൊടിയാക്കുന്നതിന് വേണ്ടിയിട്ട് തമിഴ്നാടിനെ ആശ്രയിക്കേണ്ട ഒരു സംവിധാനമാണ് ഇപ്പോൾ ഉള്ളത്. താമസിയാതെ തന്നെ മാസങ്ങൾക്കുള്ളിൽ അത് ചിലപ്പോൾ ഒരു പ്ലാന്റ് നമ്മൾ മലപ്പുറം ജില്ലയിൽ തന്നെ വരാൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ ബന്ധപ്പെട്ട മിനിസ്റ്ററുമായിട്ടൊക്കെ നേരിട്ട് സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ഈ ഗവൺമെൻറ്റിന് ഇനിയും ഈ മേഖലയ്ക്ക് വേണ്ടി ഒരുപാട് ഞങ്ങളുടെ ന്യൂനതകളൊക്കെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതെല്ലാം പരിഹരിച്ചുകൊണ്ട് കർഷകരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എനിക്ക് അവസരം നൽകിയ ഇതിനെല്ലാ ഭാരവാഹികളോടും എന്നെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. ഈ ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരുന്ന സമയത്ത് ഒരു ദിവസം 4.5 ലക്ഷം ലിറ്റർ പാലാണ് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്നത്. ഇപ്പോൾ ശ്രീ താജ് മൻസൂർ സൂചിപ്പിച്ചതുപോലെ കേരളം കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ പ്രകടന പത്രികയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു കേരളം ക്ഷീര വികസനത്തിൽ, സംരക്ഷണത്തിൽ, പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ കഴിയുന്ന സംസ്ഥാനമായി കേരളത്തെ ഉയർത്തും എന്നുള്ളത്. അത് ഏകദേശം സർക്കാർ കണക്കുകൾ പ്രകാരം 94% നമുക്ക് ആവശ്യമുള്ള പാലിന്റെ 94% നമുക്ക് ഇവിടെ ഉത്പാദിപ്പിക്കാൻ
കഴിയുന്നു എന്നുള്ളതാണ്. 4 ലക്ഷം ഇറക്കുമതി ചെയ്തിടത്തു നിന്ന് ഇപ്പോൾ പരമാവധി ഒരു ദിവസം 1 ലക്ഷം ലിറ്റർ മാത്രം ഇറക്കുമതി ചെയ്താൽ തന്നെ പരിഹാരം, പാൽക്ഷാമത്തിന് പരിഹാരം കാണാൻ വേണ്ടി കഴിയും എന്ന നിലയിലേക്ക് വരുന്നു. അത് പതുക്കെ പതുക്കെ പൂർണ്ണമായും കേരളത്തിന് ആവശ്യമുള്ള പാല് കേരളത്തിൽ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി കഴിയും എന്ന ലക്ഷ്യത്തിലേക്കും നമ്മൾ വളരെ വേഗത്തിൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നെല്ലിന്റെ ഏറ്റെടുക്കുന്നത്, സർക്കാർ ഏറ്റെടുക്കുന്നത് തുക വേഗത്തിൽ വിതരണം ചെയ്യുന്നു എന്ന് മാത്രമല്ല, കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ലിന് താങ്ങുവില പ്രഖ്യാപിച്ച് വില നൽകുന്ന സംസ്ഥാനം കേരളമാണ്. 27 രൂപ 48 പൈസ അല്ലെ ഒരു കിലോ നെല്ലിന് സർക്കാർ ഏറ്റെടുക്കുന്നു. 28% കഴിഞ്ഞ 4.5 വർഷത്തിനിടയിൽ നെല്ലിന്റെ സർക്കാർ ഏറ്റെടുക്കുന്ന വിലയിൽ കർഷകർക്ക് നൽകുന്ന വിലയിൽ 28% വർധനമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതെല്ലാം കേരളത്തിന്റെ വലിയ നേട്ടമായി മാറുകയാണ്. ഈ നേട്ടത്തിന്റെ തുടർച്ച കൂടി കേരളത്തിൽ ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ്. അതിനുള്ള പിന്തുണ കൂടി ഏവരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഈ ചർച്ച അധിക സമയത്തേക്ക് ഇനി നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരും സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ട്, കുറേയേറെ ആളുകൾ ഇവിടെയുണ്ട്. എന്നാൽ ഇനി കൂടുതൽ സമയത്തേക്ക് ഈ പരിപാടി കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ കോഡൂർ പഞ്ചായത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഇവിടെ പ്രകാശനം ചെയ്യുന്ന ചടങ്ങ് കൂടി ഈ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാശനം ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള, മലപ്പുറം സ്പിന്നിംഗ് മില്ലിന്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ പാലോളി അബ്ദുറഹ്മാൻ കാക്കയാണ്. അത് ഏറ്റുവാങ്ങുന്നത് ഇപ്പോൾ നേരത്തെ ഇവിടെ സംസാരിച്ചിട്ടുള്ള നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച ക്ഷീര കർഷകനും അതിൻ്റെ സംഘടനയുടെ ഒക്കെ ഭാരവാഹിയൊക്കെ ആയിട്ടുള്ള ശ്രീ താജ് മൻസൂറാണ്. രണ്ടുപേരെയും അതിനുവേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ചടങ്ങ് അവസാനിക്കുകയാണ്. നന്ദി പറയുന്നതിന് വേണ്ടി കുട്ടിമാണ്ടിനെ ക്ഷണിക്കും. ബഹുമാനപ്പെട്ട നാട്ടുകാരെ, ഈ LDF വികസന വിളംബര അവലോകനം ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി VP അനിൽ, ഇതിന് അധ്യക്ഷത വഹിച്ച പാലോളി അബ്ദുറഹ്മാൻ ക, ഏരിയ കമ്മിറ്റി അംഗങ്ങളെ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെ, പാർട്ടി സഹാക്കളെ, നാട്ടുകാർ, അധ്യക്ഷൻ്റെ അഭിമാനിയോട് ഈ യോഗം അവസാനിച്ചതായി അറിയിക്കാം.